ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജിക്കൽ ടോപ്പിക്കുകളാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 8 ആഴ്ചകളായി അല്ലെങ്കിൽ 7 ആഴ്ചകളായി നമ്മൾ മാട്രിമോണിയൽ എൻറിച്ച്മെന്റിനെ കുറിച്ച്, വിവാഹം സ്വർഗത്തിൽ എന്ന് പറഞ്ഞൊരു വിഷയവുമായി ആധാരപ്പെട്ട് ജയരാമൻ സാറിലൂടെ ഒത്തിരി ഇങ്ങോട്ടുമൊക്കെ ഡയലോഗ്സ് നടത്തിയായിരുന്നു. എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് ഒത്തിരി കമന്റ്സ് പറയാൻ പറ്റും. നമ്മുടെ ലൈഫിനെ തന്നെ വേണമെങ്കിൽ ഒരു സിദ്ധാന്തമായിട്ട് കൃത്യമായിട്ട് പ്രദർശിപ്പിക്കാൻ പറ്റും. സോ ഇന്ന് അതിന്റെ 8ാമത്തെ സെഷൻ ജയരാമൻ സാറിലൂടെ നമുക്ക് കേൾക്കാം. ഓണത്തിന് ശേഷം സ്വല്പം ആലസ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം, എങ്കിലും ഈ വിഷയം കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ നമുക്ക് ചേർന്ന് സാറിനോടൊപ്പം പോകാം. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജയരാമൻ സാറിനെ. ജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഓക്കെ, കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. അപ്പോ എല്ലാവർക്കും ഓണം കഴിഞ്ഞു അല്ലേ? എന്നാലും ഓണം ആഘോഷിച്ച ക്ഷീണത്തിലും മറ്റൊക്കെയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോ 8ാമത്തെ സെഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു വളരെയധികം ഉപകാരപ്രദമായുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, മെരിറ്റൽ എൻറിച്ച്മെന്റ്. നമ്മൾ ഒട്ടനവധി ഒരുപാട് നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്കില്. ഇനി 1-2 കാര്യങ്ങൾ കൂടിയേ പറയാനുള്ളൂ. അപ്പൊ പറഞ്ഞത് ഇതുവരെ നടന്നതെല്ലാം നമുക്കൊന്ന് ബാക്കപ്പ് ചെയ്തിട്ട് നമുക്ക് പുതിയ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോ ഇന്ന് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് പ്രതിബദ്ധതയെ കുറിച്ചാണ്. കമ്മിറ്റ്മെന്റ്, വിവാഹത്തിലെ കമ്മിറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇത്. നാം സംസാരിച്ചു വന്നത് മെരിറ്റൽ എൻറിച്ച്മെന്റിനെ കുറിച്ചാണ്. വിവാഹം സ്വർഗമാക്കുക എന്ന് മലയാളത്തിലേക്ക്, അല്ലെങ്കിൽ വിവാഹം സമ്പുഷ്ടമാക്കുക എന്നൊക്കെ പറയാം നമുക്ക് തർജ്ജമ ചെയ്തിട്ട്. ആ ഒരു കൗൺസിലിംഗ് രൂപത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 50% ഇന്ററാക്ഷൻ ഇതിന് വേണം. പരക്കെ അറിയുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണിത്. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള അറിവുകളുണ്ട്. ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ അറിവ് ശാസ്ത്രീയമായ അറിവിന്റെ അതിനോടൊപ്പം നിൽക്കുന്നതാണോ, അതിലെന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ, എന്തെങ്കിലും നമുക്ക് കൂടുതൽ എടുക്കാനുണ്ടോ ശാസ്ത്രത്തിൽ നിന്ന്, ആ കാര്യം കൊണ്ട് നമുക്ക് നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മെരിറ്റൽ എൻറിച്ച്മെന്റ് വലിയ പ്രശ്നങ്ങൾ, മെരിറ്റൽ ഡിസ്ട്രെസ്, വൈവാഹിക ദുരിതം വളരെ കൂടുതലില്ലാത്ത ആൾക്കാർക്കാണ് ഉപയോഗിക്കുന്നത്. വളരെ കൂടുതൽ വൈവാഹിക ദുരിതമുള്ള ആൾക്കാർക്ക് തെറാപ്പി, മെരിറ്റൽ തെറാപ്പിയാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ മെരിറ്റൽ തെറാപ്പിയുടെ കൂടെ അഡ്ജങ്ക്റ്റ് ആയിട്ടും ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ എന്താണ് ഇത്? നമ്മൾ ഇത്രയും സെഷനായി നമുക്ക് കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിന്റെ അതേ ലൈൻ തന്നെയാണ് ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മള് തുടക്കത്തില് എന്താണ് കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ഒരു വൈവാഹിക ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ അതിലെന്തെങ്കിലും ന്യൂനതകളുണ്ട് പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്, മാൽ അഡാപ്റ്റീവ് ഇന്ററാക്ഷണൽ പാറ്റേൺ, അതായത് തെറ്റായ രീതിയിൽ പൊരുത്തപ്പെട്ട ഇടപെടൽ പ്രകൃതങ്ങളാണ് വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതാണ്, ഈ ഒരു ചിന്താഗതിയാണ് മെരിറ്റൽ എൻറിച്ച്മെന്റിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. നമ്മളത് വളരെ വിശദമായി ചർച്ച ചെയ്തു. അതായത് ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിന് കൂടി
യോജിക്കുന്നു. ആ സമയത്ത് അവര് സംസാരിക്കുന്നു, പെരുമാറുന്നു, അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഇടപെടലുകൾ ഒരു പാറ്റേൺ ആയിട്ട് മാറുന്നു. പിന്നെ ആ പാറ്റേൺ ആണ് ഈ പാറ്റേണില്, ഈ പ്രകൃതത്തില് എവിടെങ്കിലും എന്തെങ്കിലും നിഷേധാത്മകമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള വ്യതിചലനം വരുമ്പോ അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോ പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് ആവശ്യം എന്താ, ഈ പാറ്റേണുകൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അവരെങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ആ പാറ്റേണുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ആ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ എവിടെയാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പൊതുവേ നമ്മളൊക്കെ വൈവാഹിക ജീവിതം ഒരു 30-40 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാം ജീവിതം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ഒരു പ്രകൃതമാണ് ഈ വഴക്ക് ഒക്കെ അല്ലെ, ഈ ഇങ്ങനെയൊക്കെ കോൺഫ്ലിക്റ്റ് ഉള്ള അവസരങ്ങളിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു പാറ്റേൺ ആയിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ ഈ പാറ്റേണില് എവിടെയാണ് ഈ നെഗറ്റീവ് വ്യതിചലനം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാരിറ്റൽ എൻറിച്ച്മെന്റില്. അപ്പോ അതിന് നമുക്ക് വിവാഹത്തിന്റെ തുടക്കത്തിലേക്ക് പോകാം. വിവാഹത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ആ ഘട്ടങ്ങളൊക്കെ നമുക്ക് അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇത് പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു, വിവാഹത്തിന്റെ ടാസ്കുകളെ കുറിച്ച് പറഞ്ഞു, വിവാഹം എന്താണെന്ന് സംസാരിച്ചു. പിന്നീട് നമ്മൾ പറഞ്ഞത് ഇതാണ്, വിവാഹത്തിന് സമ്പുഷ്ടമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ആശയവിനിമയത്തിന്റെ കാര്യമാണ്. അത് നമ്മൾ ദീർഘമായിട്ട് തന്നെ ചർച്ച ചെയ്തു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു, കോൺഫ്ലിക്റ്റ് അല്ലെ, സംഘർഷ പരിഹാരം. അതിനെക്കുറിച്ചാണ് നമ്മൾ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കുന്ന പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് അതും നമ്മൾ ദീർഘമായിട്ട് ചർച്ച ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ ഇന്റിമസി. ഈ 3 കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈവാഹിക ജീവിതത്തില്. ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കഴിഞ്ഞാൽ വൈവാഹിക പ്രശ്നങ്ങൾ കറക്റ്റ് ആവും. പക്ഷെ അതെങ്ങനെ തിരുത്തണം, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ ഈ 3 കാര്യവും നമ്മൾ നേരത്തെ ഇടപെടൽ പ്രകൃതങ്ങളെ കുറിച്ച് പറഞ്ഞു. അതായത് ഇന്റർനാഷണൽ പാറ്റേണുകളായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഇന്റർനാഷണൽ പാറ്റേൺ അല്ലെ, ആ പാറ്റേൺ രീതിയിൽ തന്നെയാണ് ആശയവിനിമയം നടക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇന്റിമസിയുടെ ഇടപെടലുകൾ നടക്കുന്നത് ദമ്പതികൾ തമ്മിൽ. അപ്പൊ അവിടെയും ഈ വ്യതിചലനം നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇപ്പോ മെരിറ്റൽ എൻറിച്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ചില ടെക്നിക്കുകൾ, ചില വൈദഗ്ധ്യങ്ങൾ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ വെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ പിന്നെ ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, ഈ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകുന്നത്, സംഭവിക്കാൻ പോകുന്നത് ഇതാണ്, ഇപ്പോ സംഭവിച്ചാൽ ചെയ്യേണ്ടത് ഇതാണ്. ഇതൊക്കെ നമ്മൾ ദമ്പതികളുടെ മുന്നിൽ ചർച്ച ചെയ്യുന്നു. ആ ചർച്ചകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇത്രയും സെഷനുകളായിട്ട്. അപ്പോ അങ്ങനെ ഇതിൽ പങ്കെടുക്കുന്ന ദമ്പതികൾക്ക് അല്ലെങ്കിൽ ഈ എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ദമ്പതികൾക്ക് അവർക്ക് അവരുടേതായ ജീവിതം ഒന്ന് അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവുകയാണ്. അപ്പൊ അതില് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ ടെക്നിക്കുകളിൽ എവിടെയാണ് പിഴവ് പറ്റിയതുണ്ട്, പിന്നെ അത് തിരുത്താൻ. അത് തിരുത്തുന്ന 2 രീതിയിലാണ്. ഒന്ന് ഇൻസൈറ്റ് വഴി, ഇതൊന്ന് ബിഹേവിയർ മോഡിഫിക്കേഷൻ വഴി. ഇത് രണ്ടും കേൾക്കുന്ന എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെ ചെയ്യണം എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ദമ്പതികളിൽ ഒരാളെ
കൗൺസിലിംഗ് രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദമ്പതികൾ രണ്ടുപേരും ഒന്നിച്ച് നിർത്തിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ ഒരു ഗ്രൂപ്പായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാൻ. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, വൈവാഹിക പ്രതീക്ഷകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ സെഷനിൽ അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ വൈവാഹിക പ്രതീക്ഷകൾ അതൊരു വലിയ വിഷയമാണല്ലോ. ഇപ്പൊ വൈവാഹിക പ്രതീക്ഷകളില് നമ്മള് ആരും ഇതിനെക്കുറിച്ച്, ദമ്പതികൾ ആരും ചർച്ച ചെയ്യാറില്ല വൈവാഹിക പ്രതീക്ഷകളെ കുറിച്ച്, ഒന്നും പറയാറില്ല. പക്ഷേ ഇത് മനസ്സിനകത്ത് കിടക്കണം. വിവാഹം കഴിക്കുന്നതിന് മുൻപേ ചില പ്രതീക്ഷകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവും. അപ്പൊ ആ പ്രതീക്ഷകള് ചിലത് അവരറിയും, ചിലത് അവരറിയാതെ തന്നെ സബ് കോൺഷ്യസ് ലെവലില് അവരിലുണ്ട്. ഇത് ആശയവിനിമയത്തിന്റെ സമയത്ത് ഇതെല്ലാം പുറത്തു വരും, അവരറിയാതെ പുറത്തു വരും. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാവും. ആ സംഘർഷങ്ങളാണ് ഡിവോഴ്സിലേക്കും ഭിന്നത, ഡിസ്കോഡിലേക്ക്, അല്ലെ, ഡിസ്ട്രെസ് ആക്കും, ഡിസ്ട്രെസ് ഡിസ്കോഡ് ആവും, ഡിസ്കോഡ് ഡിവോഴ്സ്, അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഈ നമ്മൾ ഇന്നലെ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത് ഈ വൈവാഹിക പ്രതീക്ഷകൾ നമ്മളടുത്ത് ചർച്ച ചെയ്തപ്പോ വന്ന ഫീഡ്ബാക്ക് ഇതായിരുന്നു. അതായത് പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിക്കില്ല, അപ്പൊ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. ഇത് പരിപൂർണമായിട്ട് ശരിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതിൽ ഇത് ശരിയാണോ പരിപൂർണമായിട്ട്? ഒന്ന് ഫീഡ്ബാക്ക് തരാമോ? വൈവാഹിക പ്രതീക്ഷകൾ ഉണ്ടല്ലോ, അങ്ങനെയല്ലേ, പ്രതീക്ഷകൾ ഉണ്ടല്ലോ. ആ പ്രതീക്ഷകളിൽ ഓരോരുത്തർക്കും ഉണ്ട്. അത് നമ്മളെ വൈവാഹിക ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒന്ന് ഫീഡ്ബാക്ക് തരാമോ? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും വിവാഹത്തെ കുറിച്ച് ഓരോ സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും. ഒരു 3 തരം പ്രതീക്ഷകളുണ്ട് എന്ന് പറയുന്ന രസം. എങ്ങനെ സാറേ? 3 തരം പ്രതീക്ഷകളുണ്ട് എന്ന് പറഞ്ഞില്ല. അവർക്ക് വേണ്ടി, അവരുടെ വിവാഹത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകൾ. അതെ, 3 തരം പ്രതീക്ഷകള് ദമ്പതികൾക്കുണ്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്. അപ്പോ നമ്മുടെ ചോദ്യം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എങ്ങനെ ഈ പ്രതീക്ഷകൾ, ഇപ്പൊ സാബു സാറല്ലേ സംസാരിക്കുന്നത്, സാബു സാറിന്റെ ഇത് തന്നെ എടുത്തോളൂ, ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു നോക്കോളൂ. പ്രതീക്ഷകൾ അത് തുറന്നു പറയണമെന്നില്ല, ഈ കുട്ടി അതിനെ ഔട്ട്ലൈൻ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ പ്രതീക്ഷകൾ പരിപൂർണമായിട്ട് ഇപ്പോഴും ഒരുപക്ഷെ ബാക്കി കിടക്കുന്നുണ്ടാവുമല്ലോ, അല്ലെ? ഇതിനെക്കുറിച്ച് മുൻപേ അറിവുണ്ടായിരുന്നു, വിവാഹത്തിന് മുൻപേ? അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ശരിക്കും അതൊക്കെ ഒരു ഇമേജറി അല്ലേ പലപ്പോഴും, റിയാലിറ്റി അറിയില്ല. ഇമേജറി നമ്മുടെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന ചിത്രമാണ്, അല്ലെ? നമ്മുടെ കാഴ്ചകൾ കൂടെ, അത് റിയൽ ലൈഫ് മീനിങ് ഇല്ലല്ലോ. റിയൽ ലൈഫിലേക്ക് വരുമ്പോഴാണല്ലോ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് കൊടുക്കുന്നത്. സാറേ, റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മള് വിവാഹം കഴിച്ചു, നമ്മളല്ലേ നമ്മുടെ ജീവിതം ഉണ്ടാക്കിയിരുന്നത്. വി ആർ ക്രിയേറ്റിംഗ് അവർ ഡെസ്റ്റിനി. നമ്മളല്ലേ സംസാരിച്ചിട്ട് നമ്മളല്ലേ ജീവിക്കുന്നത്. അപ്പോ നമ്മളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് അതിനെ ബാധിച്ചിട്ടിരിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. വിവാഹത്തിന്റെ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും എല്ലാവർക്കും. വിവാഹത്തിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് കുറെ പ്ലസ് മൈനസും ഒക്കെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്താണ്? ഇപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, ആ കോൺഫ്ലിക്റ്റിന്റെ റീസൺസ് എന്താണ്, അതിന്റെ സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരണം. അതിന് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വിജയരാമൻ സാർ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? എനിക്ക് കേൾക്കാണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. രമാവതി മാം ഒന്നും കൂടെ ഒന്ന് റീലോഗിൻ ചെയ്തു നെറ്റിന്റെ വല്ല. അപ്പൊ അത് സംഭവിക്കുന്ന ഇതാണ്. അപ്പൊ നമുക്കറിയാം, അതുകൊണ്ടാണല്ലോ ഇന്നത്തെ തലമുറ പൊതുവെ വിവാഹത്തിനോടൊരു സ്വല്പം
ആഭിമുഖ്യം കാണിക്കാതെ പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ റീസൺസ് പറയുന്നത് കുറെ എക്സ്പെക്ടേഷൻസ് ഒന്നും റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഫുൾഫിൽ ആകുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ട്. ചിലപ്പോൾ കൂടെ ഫ്രീഡം ഒക്കെ ആസ്വദിക്കുന്നത് ഇച്ചിരൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് എന്നൊക്കെ തോന്നുന്ന ഒരു തോന്നൽ. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടതല്ല നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരുന്നത്. സാറേ വലിയ മീനിങ് നൽകുന്നില്ല അല്ലേ സാറേ? വലിയ മീനിങ് നൽകുന്നില്ല. അതെ അതെ, മീനിങ് കൊടുക്കുന്നില്ല. യെസ്, പുതിയ തലമുറയ്ക്ക് വിവാഹത്തിൻ്റെതായുള്ള പ്രതീക്ഷകൾ ഉണ്ട് മുൻപ് അല്ലെ? ഇപ്പോൾ എല്ലാവർക്കും ഉള്ള കാര്യമാണ്. പഴയ തലമുറയ്ക്കും ഉണ്ടായിരുന്നു, പുതിയ തലമുറയ്ക്കും പ്രതീക്ഷകളുണ്ട് അല്ലെ? പക്ഷെ അത് ആ പ്രതീക്ഷ ശരിയാവുന്നില്ല, കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇതല്ലേ സാബ് സാർ പറഞ്ഞത്? അതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ച് ചിന്തിച്ചു. അവര് കല്യാണം കഴിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു വരുമ്പോൾ അവരുടെ ചുറ്റുപാട്, അവരുടെ കൂടെയുള്ള ജോലിക്കാരെയോ അവരുടെ കൊളീഗ്സിനെയൊക്കെ നോക്കുമ്പോൾ അധികം ഇവിടെയൊക്കെ ഒരേ ഡൈവേഴ്സുകളുടെ സാധ്യതകൾ കാണും. അപ്പൊ ഒരു പുതിയ അനുമാനത്തിലെത്തും, ഇത് എന്താണ് ഇതിന്റെ അകത്തുള്ള ക്രൈസിസ്. പ്രൊവൈഡഡ് നമ്മളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫാമിലി ലൈഫിലേക്ക് നോക്കുമ്പോൾ അവിടെയും ചില ഈ പറഞ്ഞ പോലെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഈ റിസ്ക് എന്തിനാണെന്ന് തോന്നുന്ന ഒരു ചോദ്യം. പണ്ട് കാലത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ നമുക്കൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ ക്രൈസിസ് ഉണ്ടെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിബിലിറ്റി ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വേറെ ഒത്തിരി പ്രാധാന്യങ്ങൾ ചുറ്റുപാടുകൾക്ക് സാഹചര്യങ്ങൾക്ക് ഉള്ളത് കൊണ്ട് വൈവാഹിക ജീവിതത്തിനൊന്നും അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്താ ഇല്ലാന്നല്ല, കുറവാണ് എന്നാണ്. സാറ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വൈവാഹിക ജീവിതത്തിന്റെ പോസിറ്റിവിറ്റി കുറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അതിന്റെ ആവശ്യകത കുറയുന്നു എന്നുള്ളതാണ്. എന്തിനാണ് എന്നൊരു ചോദ്യം. അതിന്റെ അതായത് പഴയതുപോലെ നമ്മള് വിവാഹം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംതൃപ്തി അല്ലെ, വൈവാഹിക ജീവിത സംതൃപ്തി, വിവാഹം കഴിച്ചാലേ പൂർണ്ണത ഉണ്ടാകൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു നമ്മുടെ തലമുറയിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. അതാണ് പൂർണ്ണത. വിവാഹം കഴിക്കാതെ വരുന്നത് വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. പക്ഷെ ഇന്നത്തെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. ഇന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ്. അതിലൊന്നും അത്ര ഇമ്പോർട്ടൻസ് എന്തിനാണ് എന്നുള്ള രീതിയാണ്. റിസ്ക് ഉണ്ട്, ആ റിസ്ക് എങ്ങനെ എടുക്കും, എന്തിനാണ് റിസ്ക് എടുക്കുന്നത്, മറ്റുള്ള ഒത്തിരി ചോദ്യങ്ങൾ. എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമല്ല, അങ്ങനെ ഒരു മെജോറിറ്റി ഉണ്ട്. സ്വല്പം കൂടെ ഫ്രീഡം എക്സസൈസ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നത്. ഷാജി മാസ്റ്റർ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? എനിബഡി, ആർക്കും പറയാം. സാറേ, ഇത് മുമ്പൊക്കെ വിവാഹം എന്ന് പറയുമ്പോ എക്സ്പെക്ടേഷൻ കുറവാണ് സാറേ. സാർ പറഞ്ഞ പോലെ എന്താ പറഞ്ഞാല് കുടുംബത്തിലുള്ള ആങ്ങളമാരോ അച്ഛനോ കാരണവരോ തീരുമാനിക്കും എനിക്ക് ഇന്നാള് ആലോചന വരുന്നുണ്ട്, ഇനി അതിന് സമ്മതിക്കണം എന്നുള്ള രീതിയിൽ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് പണ്ട്. അപ്പം എക്സ്പെക്ടേഷൻ അല്ലല്ല, കല്യാണം നടക്കുന്നു. അത് എത്ര നമ്മളെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ സാർ, അന്നേരം ഒരു 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിലേ 1-2 കൊല്ലം പിന്നെ ചോദ്യശരങ്ങളൊക്കെ. എന്റെ കല്യാണം 20 വയസ്സിലാണ് കഴിഞ്ഞത്. ചോദ്യശരങ്ങളായിരിക്കും. അയ്യോ, ഇത്രയും ആയിട്ട് വന്നില്ലേ, ആരും കല്യാണത്തിന് നോക്കിയില്ലേന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർക്കാ പ്രശ്നം, കുടുംബക്കാർക്കാ പ്രശ്നം. അപ്പൊ ഇങ്ങനെ അതിനെ പറ്റിയിട്ട് നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ അവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവാറുണ്ട്. ആ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സുഹൃത്തുക്കളാ, നല്ല രീതിയിലുള്ളവരുണ്ട്. അപ്പം അവര് 2 വീലറിൽ പോകുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ടൂർ പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ദാമ്പത്യം കിട്ടുകയാണെങ്കിൽ നല്ല സുഹൃത്താണ്ടെന്ന് പിന്നെ കല്യാണത്തിന് സമ്മതിക്കുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പൊ അവൾക്കോ അവനോ ഉണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ട് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ ആ കഴിക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ അവർക്കുള്ളത് കുടുംബത്തിനെ നോക്കണം, അച്ഛനെ നോക്കണം, അമ്മേനെ നോക്കണം, സഹോദരീന്റെ ശ്രദ്ധിക്കണം. അപ്പൊ ഇവരെ പ്രതീക്ഷക്കൊത്ത് അവരെ മനസ്സ് ഇതാക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ചില സ്റ്റേജിൽ. മാം പറഞ്ഞത് വളരെ കറക്റ്റ്, നല്ലൊരു ഇത് തന്നെയാണ്, ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോ മാം പറഞ്ഞു പ്രതീക്ഷകള് പുതിയ തലമുറയ്ക്ക് ഒരുപാടുണ്ട്. ആ പ്രതീക്ഷകളിൽ അവര് സംതൃപ്തരാകില്ല, അവർക്ക് ഉറപ്പില്ല ഈ വിവാഹം സംതൃപ്തമാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഇതൊക്കെയാണ് മാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? മാം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോ അതിനുള്ള കാരണം ഈ പ്രതീക്ഷകൾ തന്നെ അവ്യക്തമായതുകൊണ്ടല്ലേ? എന്താണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് അവർക്ക് വ്യക്തത ഇല്ല, അതുകൊണ്ടല്ലേ?
ഇതാണ് എന്റെ ചോദ്യം. അത് പ്രതീക്ഷകളിൽ വ്യക്തതയുണ്ട് സാറേ, വ്യക്തത ചില കുട്ടികൾക്കുണ്ട്. പക്ഷെ അതില് ഈ പറയുന്ന പോലെ അതിന് എന്താ പറയുക, ആ പ്രതീക്ഷ അവർക്ക് പ്രതീക്ഷിച്ചത് ചെയ്തു കൊടുക്കാനുള്ള മാനസികാവസ്ഥയും ഉണ്ടാവും. പക്ഷെ അതില് ഇടപെടലുകൾ ഉണ്ടാവും കൊടുക്കുന്നത് ചില കുട്ടികൾക്ക്. പ്രതീക്ഷകളിൽ ഇടപെടലോ? പ്രതീക്ഷ ആ പ്രതീക്ഷക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതെ അതെ, അതായത് ഇന്നിപ്പോ കൂട്ടുകുടുംബം ഇല്ല, കൂട്ടുകുടുംബ വ്യവസ്ഥ അല്ല, തകർന്നിട്ടുണ്ട്, നഗരവൽക്കരണമാണ് കംപ്ലീറ്റ്, ഗ്ലോബലൈസ് അല്ലേ? അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. അപ്പോ അത് ഒരു കാരണമാണ് ഈ വൈവാഹിക സംതൃപ്തി കുറവാകാനായിട്ട്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ തീർക്കണം. അതിന് ആരും കൂടെ നിൽക്കുന്നുണ്ടാവില്ല, നാട്ടുകാരും ഉണ്ടാവില്ല, വീട്ടുകാരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം, ഇതാണ് പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ടുള്ളത്. പിന്നെ ഈ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ വിവാഹം കൊണ്ടുള്ള ലക്ഷ്യങ്ങള്, പ്രതീക്ഷകള്, അല്ലെ? അതല്ലേ നമ്മുടെ സബ്ജക്റ്റ്. ഇതും വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിലനിർത്തുക, പിന്നെ പെണ്ണിന് സംരക്ഷണം കൊടുക്കുക, ഇത് രണ്ടുമായിരുന്നു പണ്ടത്തെ ലക്ഷ്യങ്ങള്. ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെരിറ്റൽ ഹാപ്പിനെസ്, അതായത് സന്തോഷം, ജീവിച്ച് സന്തോഷിക്കുക, അല്ലെ? ഈ ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ഇതൊക്കെ ഇങ്ങനെ അവര് തമ്മിലുള്ള സന്തോഷം, അതിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. അവിടെയാണ് ബുദ്ധിമുട്ടുകളും വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഡിവോഴ്സ്. നമ്മളിപ്പോ അത് ചർച്ച ചെയ്ത വിഷയമാണ്. നേരത്തെ ലക്ഷ്യം ഈ രണ്ട് ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ സ്ത്രീനെ വളർന്നു വന്ന ഒരു പെൺമക്കളുള്ള വീട്ടുകാർക്ക് ആരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കണം സംരക്ഷണം, അല്ലെ? അതുപോലെ തന്നെ നിലവിലുള്ള കുടുംബത്തിന്റെ സ്റ്റാറ്റസ് സംരക്ഷിക്കുന്ന രീതി, വേറൊരു കുടുംബം കൂടി വരികയാണെങ്കിൽ ആ സ്റ്റാറ്റസ് ഇങ്ങനെ ഉയർന്ന അതും ഒരു ലക്ഷ്യം. ഈ രണ്ട് ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോ ഈ ഇത്തരം 2-3 ലക്ഷ്യങ്ങൾ ഉണ്ട്. അതായത് ഇപ്പോ ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഒരു ലക്ഷ്യം, പിന്നെന്ന് പറഞ്ഞാൽ ഇന്റിമസി, പരസ്പരമുള്ള ഇന്റിമസിയെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. ഇതാണ് ലക്ഷ്യമാക്കുന്നത്. മെരിറ്റൽ ഹാപ്പിനെസ്, വൈവാഹിക സന്തോഷം, ഇതൊക്കെ ലക്ഷ്യമാക്കിയിട്ട് ഇത്രയധികം പ്രതീക്ഷകൾ കൂടി. അതായത് പരസ്പര ആശ്രിതത്വം നന്നായിട്ടുണ്ടാവണം എന്ന് പ്രതീക്ഷിക്കേണ്ടവര്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അത് മാറ്റിത്തരണം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കും. കാരണം അവര് മാത്രമേ ഉള്ളൂ, അവർക്ക് വേറൊരു കൂട്ടുകുടുംബം അവർ സഹായിക്കാനില്ല. അതുപോലെ തന്നെ നാട്ടുകാരുടെ അതും അവർക്കില്ല. അവര് മാത്രം. പിന്നെ സെൽഫ് ഡിറ്റർമിനേഷൻ ഉള്ള ഒരു വൈവാഹിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള കെൽപ്പ് രണ്ടു കൂട്ടർക്ക് ഉണ്ടാവണം. ഇതൊക്കെ ഇവര് പ്രതീക്ഷകളാക്കി വെക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ പ്രതീക്ഷകളെല്ലാം അവ്യക്തമാണെന്നുള്ളതാണ്. അവർക്ക് തന്നെ അറിയില്ല അവര് എന്താണ് വിവാഹം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. വെറുതെ ചെന്ന് വിവാഹം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് ചാടുക മാത്രമേ. പക്ഷെ പ്രതീക്ഷകൾ അവർക്ക് ഇല്ലായകയില്ല. പ്രതീക്ഷകൾ അവ്യക്തമായിട്ട് അവരുടെ കൂടെ ഉണ്ട്, അത് അവരറിയുന്നില്ല. ഇതാണ് ഇതില് സംഭവിക്കുന്നത്. പിന്നെ സാറേ കെൽപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. പറഞ്ഞോളൂ. അതായത് സാറിപ്പോ പറഞ്ഞില്ലേ കെൽപ്പില്ല. അതായത് ചില കുട്ടികൾ ഇപ്പം ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ 1-2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടീനെ അമൂൽ ബേബീനെ പോലെ കൊണ്ടു നടക്കണം അച്ഛനമ്മനെ. എവിടെയെങ്കിലും പിന്നെ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടെ പോവുക, എല്ലാ സ്ഥലത്തും ഇങ്ങനെ പുറകെ പോവാണ്. അപ്പൊ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ട കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചില കുട്ടികൾക്ക്. അപ്പം വിവാഹം കഴിച്ചാലും ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ പെർമിഷൻ മേടിക്കണം എപ്പോഴും. ആ കുട്ടിക്ക് അങ്ങനെ ആവുന്നുള്ളൂ. അങ്ങനെയുള്ള കേസുകളുണ്ട് സാർ. അതെ 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 അതെ, അത് കറക്റ്റ് ആണ്. ഈ പല കാര്യങ്ങളും പല വ്യത്യസ്തതകളും ഉണ്ട്. അതാണല്ലോ നമ്മൾ നേരത്തെ പല സെഷനിലുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. വ്യത്യസ്തകളുടെ ഒരു കാര്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. വളരെയധികം നമ്മളിപ്പോ പ്രത്യക്ഷമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നിച്ചു പോകാൻ പറ്റാത്ത 2 വ്യക്തികൾ ഒന്നിച്ചിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അതാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രതീക്ഷകളെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വൈവാഹിക ബന്ധത്തിലും
തീരാത്ത പ്രതീക്ഷകളാണ് ഉണ്ടായിരിക്കുക. പ്രതീക്ഷകൾ തീരുന്നില്ല, ആ എല്ലാം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷകൾ അവ്യക്തമാണ് അവരുടെ മനസ്സിൽ. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അറിയാതെ അവരുടെ മനസ്സിൽ ഇപ്പൊ സാബുസാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും ജീവിതം കണ്ടിട്ട് അതുപോലെ ആകണം നമ്മുടെ ജീവിതം എന്നുള്ള ഒരു പ്രതീക്ഷ അത് അറിയാതെ കിടക്കുന്നതാണ് മനസ്സിനകത്ത്. അപ്പൊ അതിനൊക്കെ വ്യതിചലനം വരുമ്പോ അത് ആശയവിനിമയത്തെ ബാധിക്കും. അങ്ങനെയാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോ എന്താണ് ഒരാളുടെ പ്രതീക്ഷ മറ്റാളെ അറിയുന്നുള്ളത് എന്താണ് ആഗ്രഹിക്കുന്നത്, അറിയണം എന്റെ അത്, പക്ഷെ പറയുന്നില്ല. പറയാത്ത അവസ്ഥയിൽ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷകൾ ഇതാവുന്നില്ല, സാധിക്കുന്നില്ല എന്നാ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് അറിയാതെ ആശയവിനിമയത്തിൽ പ്രോബ്ലമായിട്ട് വന്നിട്ട് അത് പിന്നെ സംഘർഷമായിട്ട് മാറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോ ഇതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ റിയാലിറ്റി ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത്. അത് മതിയോ? കഴിഞ്ഞ സെഷനിൽ അതാ പറഞ്ഞത്, നമ്മൾ അവിടുന്ന് തുടങ്ങിയത്. നമ്മൾ മെരിറ്റ് ആൻഡ് എൻറിച്ച്മെന്റിൽ എന്താണ് ടെക്നിക്ക്, ഇതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ ഈ പ്രതീക്ഷകളുടെ വിഷയം അത് പൂർണ്ണമായിട്ടില്ലായിരുന്നു കഴിഞ്ഞ സെഷനിൽ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും അതിനെ കുറിച്ച് പറഞ്ഞത്. ഇതിൽ വേണ്ടതെന്ന് വെച്ചാല് ഇപ്പോ വിവാഹത്തെ കുറിച്ച് ഞാൻ ഒരുപാട് ഡെഫിനിഷനുകളുണ്ട് വിവാഹത്തെ കുറിച്ച്, അല്ലെ? എന്തെങ്കിലും രസകരമായുള്ള ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവർക്ക് അത് പങ്കുവയ്ക്കാം. ഇപ്പോ എന്താ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല കാര്യങ്ങളും നമ്മൾ പറയാറ് ഇതാണ് വിവാഹം. പല മതങ്ങൾക്കും പല കാര്യങ്ങളാണ് വിവാഹത്തിന്റെ കുറിച്ച് കാര്യങ്ങളുള്ളത്. വ്യത്യസ്തമാണ് അവരുടെ ചിന്താഗതികൾ പല മതങ്ങളുടെ. ആ മതങ്ങൾക്കനുസരിച്ചാണ് വിവാഹങ്ങൾ നടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് വിവാഹത്തിന്റെ കാര്യം. അപ്പൊ ആ വിവാഹത്തിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ ഇതാണ്. അതായത് വിവാഹം എന്നത് വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാർ, അതായത് മാലാഖമാരുടെ സ്വഭാവമുള്ള മനുഷ്യരെ ചെകുത്താനും യക്ഷിയുമാക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒരു വീക്ഷണത്തില്. മറ്റൊരു വീക്ഷണത്തില് അത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പില്, അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തില് PhD നേടാനുള്ള ഒരു ഉപാധിയാണ് എന്നുള്ളത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ. ഞാൻ ഏറ്റവും അധികം ചിന്തിച്ചത് ഈ ഡെഫിനിഷനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ വിവാഹത്തിലേക്കും അല്ലെങ്കിൽ എല്ലാവരുടെ കാര്യം ഞാൻ പൊതുവെ നമ്മൾ കാണുന്ന വൈവാഹിക ജീവിതത്തിലേക്കൊക്കെ കണ്ണോടിച്ചു നോക്കി. ഇതൊരു സത്യം തന്നെയല്ലേ ഈ ഡെഫിനിഷൻ? ഇപ്പൊ ഈയിടെ ഇപ്പൊ എന്റെ കൺമുന്നിലുള്ള ഒരു ഡിവോഴ്സ്ഡ് കേസ് ഉണ്ട്. ഈ ഡിവോഴ്സ് കേസ് ഡിവോഴ്സായി, പക്ഷെ ആ ഡിവോഴ്സിന്റെ പ്രശ്നം ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഇപ്പോ വളരെ വയലന്റ്, അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ എത്തിയത് അവിടെ. അപ്പോ അതേപോലെ തന്നെ വൈവാഹിക ജീവിതത്തിന്റെ അകത്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതികരണങ്ങളിലേക്ക് പോയി ഇതാവുന്നു. അതൊരു സത്യമാണ്. അത് ഡിസ്ട്രെസ് ഉള്ള വൈവാഹിക ജീവിതത്തിന്റെ ഒരു വശം. അപ്പൊ ആ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ ആ കാര്യം കറക്റ്റാണ് ഒരു വീക്ഷണത്തില്. രണ്ടാമത്തെ വീക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഇന്റർപേഴ്സണൽ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് PhD നേടിത്തരുന്ന ഒരു വിഷയമാണ്. കാരണം എന്താണ്? വളരെ വ്യത്യസ്തമായ രണ്ട് മനുഷ്യർ തമ്മിൽ ഒന്നിച്ചിട്ട് സന്തോഷമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ വൈവാഹിക പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്. വിവാഹത്തിന് മുൻപേ ഇന്നത് വേണം, ഇന്നത് രീതിയിൽ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അത് അവ്യക്തമായിട്ട് അവരുടെ മനസ്സിലുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുന്നുണ്ട് അവരുടെ. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വൈവാഹിക ജീവിതത്തിൽ. അതൊരു സത്യം. അതതിനെ അംഗീകരിക്കണം. ആദ്യമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിട്ട്
അതിന് പരിഹരിക്കാൻ വൈയക്തിക തലത്തില് നമ്മൾ ഒരു ലെവലിൽ എത്തുമ്പോൾ ഇതിനെ കുറിച്ച് സംസാരിക്കണം രണ്ടു കൂട്ടരും. ഞാൻ പറഞ്ഞു ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അതിനാണ് ഞാൻ ആ മനഃശാസ്ത്രത്തിന്റെ ഡെഫിനേഷൻ എടുത്തത്. വൈയക്തിക തലത്തില് ഉള്ള ബന്ധത്തില് PhD നേടിക്കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് വിവാഹം എന്ന് മനഃശാസ്ത്രത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോ അങ്ങനെ ആ ലെവല് എങ്ങനെ കൂടി വരുമല്ലോ. നമ്മുടെ ബന്ധം ഇന്റിമസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാണ്. കുറെയൊക്കെ ഇന്റിമേറ്റ് ആയിട്ട് വരുന്ന അവസ്ഥയില് ഇത് തുറന്ന് സംസാരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ടെക്നിക്കൽ. ഇത് തുറന്ന് നമ്മളെ അന്വേഷിക്കണ്ടേ, നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു, അപ്പൊ അതിനുള്ള റിയാലിറ്റി എന്താണ്, അതിനെത്രത്തോളം സാധിക്കും എന്നൊന്ന് ചർച്ച ചെയ്തിട്ട്, ഭാര്യ ഭർത്താവ് ചർച്ച ചെയ്തിട്ട് ഒന്ന് അതിന്റെ റിയാലിറ്റിയിലേക്ക് വന്നിട്ട് പറ്റുന്നതൊക്കെ സാധിക്കണം. ഇതാണ് പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? കാരണം കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ റിയാലിറ്റിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്ന്. അത് പ്രാക്ടിക്കൽ അല്ലേ? അത് പ്രാക്ടിക്കൽ അല്ല. അത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ റിയാലിറ്റി നമുക്ക് പ്രതീക്ഷകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ പ്രതീക്ഷകൾ നമ്മൾ അറിയാതെ നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ അതിനറിയുന്ന ഒരു വൈയക്തിക ബന്ധം നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്ത സമയത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അടിപിടിയിലോട്ട് പോവാ, കോൺഫ്ലിക്റ്റിലോട്ട് പോകും. അതാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട. ഇപ്പൊ മാം പറഞ്ഞു അല്ലെ, പല രീതിയിലുള്ള, ഞാനും അതിനെ ഒന്ന് ആഡ് ചെയ്തു. ഈ ലക്ഷ്യങ്ങള് വ്യത്യസ്തമായിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയുടെയും മുൻപത്തെ തലമുറയുടെയും വൈവാഹിക ജീവിതത്തിനുള്ള പ്രതീക്ഷകൾ വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഓരോ വ്യക്തികൾക്കും അത് വ്യത്യസ്തതയുണ്ടായിരിക്കും. അപ്പൊ ഇത് ഇങ്ങനത്തെ അവസ്ഥയിൽ ചർച്ച ചെയ്തിട്ട് പറ്റുന്നതെല്ലാം പരിഹരിക്കുക അല്ലെങ്കിൽ സാധിക്കുക എന്നുള്ളതാണ് ഒരു ഉപാധിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടോ? പറഞ്ഞതല്ലേ, ഇതാണ് ഇതിന്റെ ടെക്നിക്ക്, ചെയ്യേണ്ട ടെക്നിക്ക് ഇതാണ്, ഈ വിഷയത്തിൽ ചെയ്യേണ്ട ടെക്നിക്ക്. അതായത് നമ്മളിപ്പം മാരേജ് കഴിക്കുന്ന കുട്ടികള്, ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ വീട്ടിൽ 2 പേരെ ഉണ്ടായിരുന്നു, ഒരു സഹോദരൻ, കഴിച്ചവരാണെങ്കിൽ ഒറ്റ ഒരാളാണ്, വീട്ടിൽ ഒരു മോൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കേസിൽ കല്യാണം കഴിച്ചിട്ടാകുമ്പോ ഇവര് തമ്മിലുള്ള ഒരു സംസാരം, എനിക്ക് ഇങ്ങനെ സാധാരണ കല്യാണം കഴിച്ചിട്ട് എനിക്ക് 2 കുട്ടികൾ വേണമെന്ന് അവൻ പറയാണ്. അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ അവള് പറയാണ്, അയ്യോ എനിക്ക് ഒരു കുട്ടിയെ മതി, അതാണ് എനിക്ക് വേണ്ടത്. കാരണം ഇവനാണെങ്കിൽ ഈ ഒറ്റ കുട്ടിയായിട്ട് ജീവിച്ചതിനുള്ള വിഷമം അവനുണ്ട്, കൂട്ടിനാളില്ലാത്ത. അവൾക്കത് ഉണ്ടായിരുന്നില്ല. ഇവൾക്ക് അധികം ഇതൊന്നും പറ്റൂല, എനിക്ക് ഒരു കുട്ടീനെ പ്രസവിക്കാനേ പറ്റൂ എന്നുള്ള ഇതിലേക്കാണ് ആദ്യം ഒരു തുടക്കത്തിൽ. അങ്ങനെ അവസാനം അത് കൗൺസിലിംഗ് ഘട്ടത്തിൽ എത്തൂല സാറേ, അവർക്കത് വേണ്ടി വരില്ല. ഇത് എങ്ങനെയാ ഇത് തീർക്കുക? ഇവര് രണ്ടാളും പിടിവാശി പോലെ നിൽക്കാണ്, ഒന്നേ ഞാൻ പ്രസവിക്കുള്ളൂ. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ അങ്ങനെയുള്ള കേസും ഉണ്ട്. ചെറിയ കാര്യമാണത്. അതെ. പക്ഷെ അത് ഇതിനെ കുറിച്ച് അവെയർ ആവാതെ അവര് പ്രശ്നങ്ങളത്തിലേക്ക് പോകും. അവിടെയാണ് അപകടം വരുന്നത്. ഇപ്പൊ മാം പറഞ്ഞത് അവെയറായ കാര്യമാണ്. അതിനെക്കുറിച്ച് അവര് മനസ്സിലാക്കിയിട്ടില്ലാതെ പ്രശ്നങ്ങളോട്ട് പോയിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കൗൺസിലറുടെ ഒക്കെ ഇടപെടൽ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് അവെയർ ആവാൻ അവർക്ക് പറ്റും. അങ്ങനെ പ്രശ്നങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മെറിറ്റൽ എൻറിച്ച്മെന്റിന്റെ രീതിയിൽ ഇത് ദമ്പതികൾ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന്. എന്നിട്ട് അത് അവര് സംസാരിക്കാൻ പറ്റുന്ന ഒരു തലത്തിൽ അവരുടെ ബന്ധം എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും ചർച്ച ചെയ്തിട്ട് പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ മറ്റേ അടുത്ത കാര്യം നമ്മുടെ പ്രതിബദ്ധതയാണ്, അതിലേക്ക് പറയട്ടെ സർ. പറയട്ടെ. പണ്ട് ഉള്ള പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് ജോലിയൊന്നും കാണത്തില്ല. പിന്നെ സ്നേഹലത ഒന്ന് വീഡിയോ ഓൺ ചെയ്യോ?
വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല സർ. ഇല്ലേ ഈ വീഡിയോ ഇല്ലേ? ഉണ്ട്. ആ. പറഞ്ഞോളൂ. പണ്ടുള്ള പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കുറവായിരുന്നു. അപ്പം വളരെ കുറച്ച് പേർക്കേ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചെല്ലുന്ന വീട്ടിൽ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും അതങ്ങ് സഹിച്ച് അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. അവർക്ക് ജോലിയുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ അനീതികളൊന്നും അവര് സഹിക്കത്തില്ല. അവര് ഡിവോഴ്സ് ചെയ്യാൻ വിചാരിക്കും. അല്ലാത്തവര് നമ്മൾ കാണുന്നുണ്ടല്ലോ, വിസ്മയ അതുപോലെയുള്ള ഇതൊക്കെ വരുന്നത് കൊണ്ട് ആണ് ഈ കുട്ടികൾ കല്യാണത്തിനെ അങ്ങ് ഭയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ജയറാം സാർ, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. അപ്പൊ ഈ കല്യാണത്തിന്റെ തുടക്കത്തില് കുട്ടികളെ വേണ്ട പല ആളുകളും പല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന എനിക്ക് അനുഭവത്തിലുള്ള ഒന്ന് രണ്ടാണ് കേസുകൾ പറയുകയാണെങ്കിൽ, ഈ ആൺകുട്ടി തന്നെ പറഞ്ഞിരുന്നു ഇത് ഭയങ്കര ചെലവുള്ള പരിപാടിയാണ്, അതുകൊണ്ട് കുട്ടികളൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വീഡിയോ ഓക്കെ. അങ്ങനെ കുട്ടികൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഇപ്പോ 4-5 വർഷം കൊണ്ട് 3 കുട്ടികളുണ്ട്. ഇപ്പൊ കൊല്ലം കുട്ടികൾ ഉണ്ടാവുകയാണ്. അപ്പോ നമ്മൾ വിചാരിച്ച മാതിരിയോ പ്ലാൻ ചെയ്ത മാതിരി ഒന്നും ചിലപ്പോ ആയിക്കൊള്ളുന്നില്ല. ആദ്യമൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഇപ്പോ 5 വർഷം കൊണ്ട് 3 കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് അത് വരാറുള്ളത്. അപ്പോ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ പറയെങ്കിലും പിന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പല കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആൺകുട്ടി പറഞ്ഞാലും പെൺകുട്ടി പറഞ്ഞാലും 1 മതി പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 2 ആവും, ചിലപ്പോ അത് 3 ആവും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ഇതുണ്ടല്ലോ, എന്താ ഡിങ്ക് അല്ലെ, ഡിങ്ക് ബന്ധം അല്ലെ, കുട്ടികളെ വേണ്ടെന്നുള്ള ചിന്താഗതി ഉണ്ടാവാറുണ്ട്. പക്ഷെ കുട്ടികൾ ഉണ്ടാവും ചെയ്യും. പിന്നെ പെൺകുട്ടികൾക്ക് പ്രസവിക്കാൻ പേടി. ചിലവര് പറയും എനിക്ക് പ്രസവം വേണ്ട, ഓപ്പറേഷൻ മതി എന്ന് പറയും. പ്രസവം കുട്ടികൾ തന്നെ വേണ്ട ആ പ്രശ്നം കൊണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ്. പിന്നെ അത് കുറെ കാര്യങ്ങൾ പല ആളുകൾ പറഞ്ഞു കൊടുക്കും, അത് നോർമൽ അല്ലേ, അത്ര പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല ഒക്കെ ആവുമ്പോ പിന്നെ അങ്ങനെ എല്ലാവരും പറയുമ്പോ പിന്നെ അങ്ങോട്ട് കുട്ടികളുണ്ടാവും. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള്. മുമ്പൊക്കെ ആളുകള് 10 കുട്ടികളൊക്കെ പ്രസവിച്ച്, 10 അല്ല 12, 13, 14 വരെ പ്രസവിച്ച സ്ത്രീകളെ ഒക്കെ ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ. ഓക്കെ, അതെ, നല്ല കോൺട്രിബ്യൂഷൻ സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? വൈവാഹിക പ്രതീക്ഷകളാണ് നമ്മുടെ വിഷയം. അത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ട്? ഇല്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവാം. ഞാൻ ഷെയർ ചെയ്തോട്ടെ. എന്റെ ഇത് കാണുന്നുണ്ടോ? വന്നില്ല സാർ, സ്ക്രീൻ വന്നില്ല. അപ്പോ ഞാൻ എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇനി പറയാനുള്ളത് നമുക്ക് പ്രതിബദ്ധതയെ കുറിച്ചാണ്, കമ്മിറ്റ്മെന്റ്. വൈവാഹിക ജീവിതത്തിലെ കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ എന്താണ് കമ്മിറ്റ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അർപ്പണ മനോഭാവം അല്ലെ, ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതാണോ കമ്മിറ്റ്മെന്റ്? അതുപോലെ ഒരാള് മറ്റാളുടെ ഒപ്പം എല്ലാ സമയത്തും നിൽക്കും, അവരുടെ ഭാഗത്ത് തന്നെ എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു തീർപ്പ് അല്ലെ? അപ്പോ അതാണോ കമ്മിറ്റ്മെന്റ്? അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ എന്നെന്നും നിലനിർത്തും എന്നതാണോ കമ്മിറ്റ്മെന്റ്? പ്രതിബദ്ധത, വൈവാഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് ഇതാണോ? ഞങ്ങൾ ഒരിക്കലും ഡിവോഴ്സ് ആവില്ല, ഒരിക്കലും ഞങ്ങൾ വേർപെടില്ല എന്ന് ഉറപ്പിക്കുന്നതാണോ ഇത്? ആക്ച്വലി എന്താണ് വൈവാഹിക പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം കേട്ടോ. വൈവാഹിക പ്രതിബദ്ധത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ മ്യൂച്വൽ എഗ്രിമെന്റ് ആണ്. അത് ഡിവൈൻ പദ്ധതി പ്രകാരം ഉള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് ക്രിസ്തീയമായ രീതിയിൽ ഞങ്ങൾ ചിന്തിക്കും, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ
വിയോജിപ്പിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. സാർ അതൊന്ന് പറയോ കൂടുതൽ ക്രിസ്ത്യൻ വൈവാഹിക ജീവിതത്തിന്റെ പ്രതിബദ്ധതയെ കുറിച്ചാണ് സാർ പറയുന്നത്. ഓരോ മതങ്ങളും വ്യത്യസ്തമാണ്. ദൈവം സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ്. അപ്പം അതിനകത്ത് ഡൈവോഴ്സ് എന്നുള്ള ചിന്തയേ ഇല്ല. ഇപ്പോഴത്തെ കാലത്തൊക്കെ ആധുനിക പല ഡെവലപ്മെന്റ് ഒക്കെ വരുന്നതുകൊണ്ട് സെൽഫിഷ് ആയിട്ടുള്ള രീതിക്ക് ചിന്തിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ടീച്ചർ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും അതിനെ അഭിമുഖീകരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജോലിയായിട്ടൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരുന്നതുകൊണ്ട് സ്ത്രീകള് ഇതിനോടൊക്കെ എതിർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാതെ പോകും. പക്ഷെ ക്രിസ്തീയമായിട്ട് പറയുമ്പോഴത്തേക്കും ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വിയോജിപ്പിക്കാതിരിക്കട്ടെ എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതി പോലെ അല്ലെ ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണ് ഒരു പാർട്ണറെ ക്രിസ്തീയ ബന്ധത്തില് അത് അങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അവിടെ ഡൈവോഴ്സ് എന്നുള്ള ചിന്തയേ ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ സാർ. പിന്നെ ഇനിയുണ്ടല്ലോ സാർ, ക്രിസ്തീയ ഇതിലെ പ്രതിബദ്ധത വിഷയങ്ങൾ ഇനിയുണ്ട് ഇല്ലേ? അതായത് എന്തൊക്കെയാണത്? പിന്നെ ഭർത്താവ് ഭാര്യയെ ഊട്ടണോ അല്ലെ? അങ്ങനെ ഭക്ഷണം കഴിക്കാനില്ലേ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലെ? അതെ, അതുണ്ടല്ലേ. ഇനി അല്ലേ? പറഞ്ഞോളൂ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, വിശ്വസ്തത, പിന്നെ പരസ്പരം ചെറിയ തെറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കാനുള്ള ഒരു ക്ഷമയും കൂടി വേണം. വിശ്വസ്തത, പരസ്പര വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള തീർപ്പ്, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? പ്രതിബദ്ധത ഉണ്ടെങ്കിൽ പരസ്പര വിശ്വാസം ഉണ്ടാവും, അതല്ലേ ശരി? അങ്ങനല്ലേ? ഇനിയിപ്പോ നമ്മളിപ്പോ വൈവാഹിക ജീവിതത്തില് ക്രിസ്ത്യൻ രീതിക്ക് അനുസരിച്ചുള്ള പ്രതിബദ്ധതയെ കുറിച്ച് പറഞ്ഞു. നമ്മള് നിയമപ്രകാരം നമ്മളൊരു ഇതിലെത്തുന്നു അല്ലെ? ഒരു വൈവാഹിക ചടങ്ങുകള് നമ്മൾ ഇങ്ങനെ ആകണം നമ്മളടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? അത് ക്രിസ്ത്യൻ. ഇനിയിപ്പോ മുസ്ലിം മതത്തിന്റെ ആണെങ്കില്, ഹിന്ദു മതത്തിന്റെ ആണെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഹിന്ദുമതം വളരെ കൂടുതൽ മുജ്ജന്മ ബന്ധം അല്ലെ? ആ രീതിയിലേക്കൊക്കെ ഉണ്ട്. ജന്മജന്മാന്തരമായിട്ട് ബന്ധത്തിലുള്ള ആൾക്കാരാണ് ഭാര്യ ഭർത്താക്കന്മാര്. അപ്പൊ ഈ എന്റെ ഭാര്യ ആയത് കഴിഞ്ഞ ജന്മത്തിൽ പോലും എന്നോട് അടുപ്പം ഉണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത ജന്മത്തിലും അങ്ങനെ തന്നെ തുടരുക. ആ രീതിയിൽ ചെയ്യുമ്പോൾ അത് പ്രതിബദ്ധത കൂട്ടുന്ന വിഷയം തന്നെയാണത്. ആണല്ലോ അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അതുപോലെ ഇസ്ലാം മതത്തെ കുറിച്ച് എനിക്കറിയില്ല, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഞാൻ പറയട്ടെ സാറേ, ഇസ്ലാം മതത്തിൽ എങ്ങനെയാ പറയണെന്നുള്ളത്? പറഞ്ഞോളൂ സാർ. ഓക്കെ, അത് ദൈവത്തിന്റെ ഒരു വിധി അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓരോരുത്തരെ വിധിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോ പല കാര്യങ്ങളും നമ്മൾ ചിലതും പ്രപ്പോസ് ചെയ്താല് ഗോഡ് മേ ഡിസ്പോസ്. ഈവൻ ലവ് മാരേജ് നമ്മൾ ചിലപ്പോ ലവ് ചെയ്യുന്നുണ്ടാവും, കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അത് ശരിയാവൂല. കാരണം ദൈവം വേറെ ആളായിരിക്കും നമുക്ക് കണക്കാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഈ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിക്കാഹ് കഴിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ അതില് അവിടെ ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു ആണെങ്കിൽ പോലും അതിന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും, ആ ഡൈവേഴ്സ് ഒരിക്കലും ഒരു കാരണം കൂടാതെ വെറുതെ ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല, ഡൈവോഴ്സ് ചെയ്ത് ഭയങ്കര തെറ്റാണ് എന്ന് കൂടി പറയുന്നുണ്ട്. ചെറിയ പ്രശ്നത്തിൽ ചെറിയ ഒരു നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാല് ആ എഗ്രിമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും വളരെ അത്യാവശ്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരുവിധം കാര്യത്തിനൊന്നും ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല, ഡൈവോഴ്സ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ പ്രതിബദ്ധത കൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാരും കൂടി എപ്പോഴും കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ട് മഹല്ലിലെ ആളുകളും നമ്മളെ കുടുംബത്തിലുള്ള ആളുകളും എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അതൊരു പ്രതിബദ്ധത കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്.
ഓക്കെ, അതെ അതെ ശരിയാണ്. അതായത് വൈവാഹിക ബന്ധം ഒരു കരാറാണ്. പക്ഷെ കരാറ്. ദൈവം സാറ് പറഞ്ഞത് ഇതൊക്കെയാണ് ദൈവ മധ്യസ്ഥതയിലുള്ള ഒരു കരാറ്, ആ ദൈവത്തിന്റെ ആ മധ്യസ്ഥതയിലുള്ള ഒരു കരാർ. അതിന്റെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഈ കരാറൊന്നും പറ്റുള്ളൂ. മാറി നിൽക്കാൻ പാടുള്ളൂ. അതെ. ദൈവത്തിന് ഏറ്റവും വലിയ ദേഷ്യം വരുന്ന ഒരു കാര്യം ഈ ഡൈവോഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല ഡൈവോഴ്സ്. ഒന്നുകിൽ പുറത്തിരുന്ന് അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ വേറെ എവിടെ ഇരുന്ന് ചെയ്യാൻ പാടുള്ളൂ. ആ വീടിന് പോലും നാശം വരും എന്നാണ് പറയപ്പെടുന്നത്. അത്രയും കണിശമായ ഒരു കാര്യമാണ്. കറക്റ്റ്. അതുപോലെ തന്നെ ഇന്റിമസിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ കമ്മിറ്റ്മെന്റ് ഇന്റിമസിയെ കുറിച്ച് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനെ കുറിച്ച് ഭാര്യ എങ്ങനെ പറയുന്നു, എത്ര നന്നായി പറയുന്നു, അതാണ് അവന്റെ കണക്കെടുപ്പ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടില്ലേ സാർ? അല്ലേ? അതെ, അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ താൻ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, ഉടുക്കുന്നത്, അതുപോലെ തന്നെ ഉടുപ്പിക്കണം, ഭക്ഷണം കഴിപ്പിക്കണം. പിന്നെ അവളെ നന്നായിട്ട് നോക്കണം, റെസ്പെക്ട് ചെയ്യണം. ഇവരെ വീട്ടുജോലികൾ വരെ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് വരെ നിർബന്ധിക്കാൻ പാടില്ല. മക്കളെ നോക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. ഒക്കെ അവര് സ്വന്തമായി ചെയ്യുക എന്നല്ലാതെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കാൻ പാടില്ല. അത്രയും റെസ്പെക്ട് കൊടുക്കണം എന്നൊക്കെയാണ് പറയണത്. ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ ഭയങ്കര കണിശമായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ പലതും ചെയ്യും, അത് വേറെ കാര്യം. അപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഹിന്ദു മതത്തിനെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയാമോ? രണ്ട് മതത്തിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടി. ഇത് ഇപ്പൊ പറഞ്ഞ കാര്യം ക്രിസ്തു മതത്തിലും പറയുന്നുണ്ടല്ലോ അല്ലെ? രണ്ട് ഇതായിട്ട് പറയുന്നുണ്ട്, എല്ലാ രീതിയിലും സംരക്ഷിക്കണം എന്നുള്ളത്. അതായത് പരസ്പരം സംരക്ഷിക്കും എന്നുള്ള പ്രതിബദ്ധതയാണ് അതിൽ വരുന്നത് അല്ലെ? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വേദഗ്രന്ഥങ്ങളെ ഈ ഖുർആൻ പറഞ്ഞ തന്നെ ഈ ബൈബിള് പറഞ്ഞതും ഈ 4 ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞു. അതന്നെ റിപ്പീറ്റേഷൻസ് തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും. ദൈവഗ്രന്ഥങ്ങളിൽ പറയുന്നൊക്കെ ഒരേ കാര്യം തന്നെയാണ്. പല രീതിയിൽ പറഞ്ഞു, പല ലാംഗ്വേജിൽ പറഞ്ഞു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഹിന്ദുക്കളുടെ കാര്യങ്ങൾ ആരെങ്കിലും ക്ലിയർ ചെയ്യോ, ഒന്ന് ഷെയർ ചെയ്യോ അറിയുന്നവരുണ്ടെങ്കിൽ? പറയട്ടെ സാർ? പറഞ്ഞോളൂ. നമ്മള് ഹിന്ദുക്കളുടേതെന്ന് പറഞ്ഞാലും ഞാൻ ചെമ്മീൻ സിനിമയ്ക്കകത്ത് തകഴി വരച്ച് കാണിച്ച ആ കഥ, അതില് ഇങ്ങനെയാണല്ലോ, ഒരു പാട്ടില്ലേ, അരയൻ തോണിയിൽ പോയാല് കരയിൽ കാവല് നീ വേണം. അങ്ങനെ ഒരു സങ്കല്പമാണ്. അപ്പോ നമ്മള് ഭർത്താവ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വളരെ ഡിവോട്ടഡായി നല്ല രീതിയിൽ ജീവിക്കണം. അല്ലെങ്കിൽ അപകടം വരും എന്നുള്ള ഒരു അന്ധവിശ്വാസമാണോ നേരായ വിശ്വാസമാണോ എന്ന് അറിഞ്ഞൂടാ. അതാണ് തകഴി അതിനകത്തൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ അങ്ങനെയുള്ള വിശ്വാസമാണ് ഉള്ളത് ആ സമൂഹത്തിന്. അവിടുത്തെ ഞാൻ അവിടുത്തുകാരിയാ, പുറക്കാട്ട് അമ്പലപ്പുഴക്കാരിയാ. അപ്പൊ അവിടെ ഉള്ള ആ ഒരു വിശ്വാസമാണ് നമ്മള്. അപ്പോ അങ്ങനത്തെ രീതിയിലിരിക്കണം. ഭർത്താവ് ഇപ്പൊ വിദേശത്തായാലും എവിടെ ആയാലും പോകുമ്പോ ഭാര്യ ആ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്നുള്ള ഒരു വിശ്വാസം. ഇങ്ങനെയല്ലേ മാം? അതായത് ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധമാണ് വൈവാഹിക ബന്ധം എന്നൊരു കൺസെപ്റ്റ് ഹിന്ദുമതത്തില്. അത് അതെനിക്ക് അറിഞ്ഞൂടാ സാർ അതിനെ കുറിച്ച്. അങ്ങനെ പറയും. അങ്ങനെ കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരിക്കലും നമ്മൾ വിചാരിച്ചാലും നമുക്ക് പിരിയാൻ പറ്റില്ല. ഈ ജന്മത്തിൽ നമ്മൾ വിവാഹം കഴിച്ച ഭാര്യനെ പിരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. കർമ്മഫലം അങ്ങനെയുണ്ട്, കർമ്മഫലം പിന്തുടരും. അങ്ങനെയൊക്കെ ആയിട്ട് അതും ഇതൊക്കെ പ്രതിബദ്ധതയുടെ കാര്യം തന്നെയാണല്ലോ. ആണല്ലോ അല്ലെ? അതെ. അപ്പോ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വിവാഹത്തോടുള്ള പ്രതിബദ്ധത ഒരു ദമ്പതികൾക്കുള്ളത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ശക്തി കൊടുക്കണം. അതായത് അതൊരു അത്യാവശ്യ കാര്യമാണ് ഈ കമ്മിറ്റ്മെന്റ് എന്നുള്ള കാര്യം. അപ്പൊ അതിന്
ശക്തി കിട്ടണമെങ്കിൽ ഈ മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുക, അല്ലെ മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് മതം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലിപ്പോ ഏത് മതത്തിന് നമുക്ക് ഇഷ്ടമുള്ള എടുത്താൽ മതിയല്ലോ. എല്ലാ പല മതത്തിലും പലതും വേണ്ട, ഏതാ വെച്ചാൽ അത് എടുത്താൽ മതി. പക്ഷേ അത് എല്ലാം ഈ പ്രതിബദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രതിബദ്ധത നമുക്ക് സാറ് ആവശ്യമാണ്. ഹിന്ദുമതത്തിലെന്നല്ല, കാരണം പിന്നെ ഇന്ന് ആർക്കാരാണെന്നുള്ള എഴുതി വെച്ചല്ലോ കല്ലിൽ നല്ലുള്ള പാട്ടുണ്ട്. പക്ഷെ ഇത് ചില കേസിൽ ഇപ്പൊ കല്യാണത്തിന് ഒരു 10-12 സ്ഥലത്ത് പോയിട്ട് അവസാനം ഈയിടെ അവരെ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടീനെ തന്നെ കല്യാണം കഴിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ എത്ര സ്ഥലത്ത് പോയി, പക്ഷെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള. അപ്പൊ ആരോ പറഞ്ഞു അത് നിനക്ക് ഇങ്ങനെ വിധിച്ചിട്ടുള്ളത് ഈ കുട്ടീനെയാണ്, അത് നീ എത്ര കറങ്ങി വന്നാലും അങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പാട്ടില് സാറേ, ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത പ്രണയാമൃതം അത് ഭാഷ അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാല് അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ഒരു മഹാകാവ്യം ദാമ്പത്യം. നമ്മൾ അങ്ങനെയാണ് വിവാഹത്തിനെ പറ്റി പറയുന്നത്. ഇത് തന്നെയാണ് ഹിന്ദു കൺസെപ്റ്റ്. ഇത് തന്നെയാണ് കൺസെപ്റ്റ്. നിനക്ക് വിധിച്ചതാണ് അവളെ. നിനക്ക് അവളെ നീ കൈവെടിയാൻ പറ്റില്ല. നീ വിചാരിച്ചാൽ പോലും കൈവെടിയാൻ പറ്റില്ല. ഈ ജന്മം മാത്രമല്ല, അടുത്ത ജന്മത്തിലും നിന്റെ ഭാര്യ ആയിരിക്കേണ്ടത് ഇവളെ തന്നെയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഇവളെ തന്നെയായിരുന്നു നിന്റെ ഭാര്യ. ഈ രീതിയിലാണ് നമ്മൾ വിശ്വാസമുള്ളത്. അപ്പൊ അത് പ്രതിജ്ഞാബദ്ധയുടെ വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, കാര്യം തന്നെയാണ്, വിശ്വാസം തന്നെയാണ് അത്. അപ്പൊ നമ്മള് ഇത് ഓരോ ദമ്പതികളും ശക്തിയില് പ്രതിബദ്ധത ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഒരു ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വേദനിക്കുന്ന, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വേദനിക്കുന്ന ഒരു സംഭവമായിരിക്കും ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അതിലേക്ക് പോകാതെ നമ്മൾ ദാമ്പത്യ ബന്ധത്തിനെ നിലനിർത്തേണ്ടത് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലായാലും ഇതിന്റെ ഇതിൽ തന്നെയാണ്, ഈ രീതി തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അപ്പൊ ശക്തിപ്പെടുത്തണം നമുക്ക്. ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോ ഈ പ്രതിബദ്ധത നൈസർഗികമായിട്ട് സംഭവിക്കുന്നതാണോ? അതായത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണോ പ്രതിബദ്ധത? സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അതാണ് ഉത്തരം. വേറെന്തെങ്കിലും ഉത്തരം? സബ്ജക്റ്റീവ് ആണ്. ചില വ്യക്തികളെ സംബന്ധിച്ചോളം അങ്ങനെ. അവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടെ സ്നേഹത്തോടെ പോവുകയാണെങ്കിൽ പ്രതിബദ്ധതയ്ക്ക് കുഴപ്പമില്ലാതെ പോകും. കറക്റ്റ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആണെങ്കിൽ പ്രതിബദ്ധത പ്രശ്നം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നൈസർഗികമാണെന്നുള്ള ചോദ്യം, ഇത് ഓട്ടോമാറ്റിക്കലായി പരസ്പര വിശ്വാസത്തോടു കൂടിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുഴപ്പമില്ല സാർ. ഈ പറഞ്ഞ പരസ്പര വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാം. നൈസർഗികമായിട്ട് വരേണ്ടതാണ് അല്ലെ? നല്ല ക്വാളിറ്റീസ് ഒക്കെ നൈസർഗികമായിട്ട് വരണം എന്നാണല്ലോ, അല്ലെ? അങ്ങനെയാണല്ലോ നമ്മള് മതങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മതങ്ങൾ പറയുന്നത് അതാണ് അല്ലെ? അതായത് ദൈവം വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത്, ദൈവം മധ്യസ്ഥതയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നൈസർഗികമായിട്ട് വരും എന്നുള്ളതാണ്. അതാണ് നമ്മുടെയൊക്കെ വിശ്വാസം അല്ലെ? നൈസർഗികമായ പ്രക്രിയയാണ്. സത്യത്തിൽ അങ്ങനെയാണോ? സത്യത്തില് അങ്ങനെയാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മള് വ്യക്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളിൽ അങ്ങനെ ഒരു ഉറപ്പ് മനസ്സ് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക്, അത് മാത്രമാണ്. പക്ഷെ നൈസർഗികമായിട്ട് അല്ല ഇത് സംഭവിക്കുന്നത്. നമ്മളുടെ തീർപ്പ് തന്നെയാണ്. നമ്മൾ സ്വയം ശക്തമായ തീരുമാനം എടുക്കുന്നതാണ്. അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആ വിശ്വാസം നമ്മളത് ആലോചിച്ച് ചെറുതായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇതിന് പറഞ്ഞിട്ട് പരസ്പരവും വിവാഹത്തോടും പ്രതിബദ്ധത നമ്മൾ വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ വ്യക്തിഗത പ്രതീക്ഷകൾ പങ്കുവയ്ക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, സൗന്ദര്യ പിണക്കങ്ങൾ പലതും ഉണ്ടാവും. അത് നമ്മള് നല്ല പ്രതിജ്ഞാബദ്ധത, നമുക്ക് വലിയൊരു ലക്ഷ്യം വിവാഹത്തോട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റണം. ഇത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു വേറെ വിഷയമാണ് പറയുന്നത് ഇതിന്റെ വർക്ക് ലൈഫ് ബാലൻസ്. ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ വർക്ക് ലൈഫ് ബാലൻസ്? ജോലിയും ജീവിതവും ഒരു ബാലൻസിൽ പോകണം, എങ്കിലേ പ്രതിബദ്ധത ഉണ്ടാവൂ എന്ന് പറയുന്നു. ഇത്
ശരിയല്ലേ? നമ്മൾ ജോലിയിൽ വളരെയധികം വർക്കഹോളിക്കായി ജോലി മാത്രം നീട്ടു പോവുകയാണ്, കുടുംബം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബം മാത്രം എന്ന് വിചാരിച്ചിട്ട് ജോലി ശ്രദ്ധിക്കാതിരിക്കുക. ഇത് രണ്ടും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈവാഹിക പ്രതിബദ്ധത ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ആ ജീവിതം തന്നെ പോകും എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും എത്തുന്ന നൈസർഗികമല്ല ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എന്നതിലേക്കാണ്. അതായത് സാറ് പറഞ്ഞത് ഇപ്പം നമ്മള് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അവര് രാവിലെ എല്ലാം സഹകരിച്ചിട്ട് അടുക്കളയിലൊക്കെ ചെയ്തിട്ട് ജോലിക്ക് പോയി. ആത്മാർത്ഥത കൂടിയത് കൊണ്ട് അവര് വന്നിട്ട് എടി നീ ഇത് ലിസ്റ്റ് ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ അത് മക്കൾക്ക് അരോചകമായിട്ട് തോന്നും. കാരണം നമ്മള് 10 to 5 ആണ് ജോലിയെങ്കിൽ ജോലിന്റെ കാര്യം അവിടെ വെച്ചിട്ട് വരിക, ഓഫീസിൽ അവിടെ വെച്ചിട്ട് വരിക. എന്നിട്ട് വീട്ടില് വീണ്ടും എത്തിക്കഴിയുമ്പോൾ വീട്ടുകാര്യങ്ങള്, വീട്ടുകാരോടുള്ള സ്നേഹം, രാത്രിയിലൊക്കെ സഹായിക്കൽ, ഇതൊക്കെ ആയിരിക്കണം. സാറ് പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർത്താണ്. എന്നാലേ ജീവിതത്തില് പ്രതിബദ്ധത ഉണ്ടാവുള്ളൂ. അപ്പൊ നൈസർഗികമല്ലത്. നമ്മൾ നേരത്തെ പറഞ്ഞതില് ഇപ്പൊ ഈ രീതിയിൽ ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലാവും നൈസർഗികമല്ല ആ കാര്യം. നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് പ്രതിബദ്ധത എന്ന് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. എത്ര തന്നെ വിചാരിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വൈവാഹിക ജീവിതം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു. പിന്നെ ഓരോരുത്തർക്കും വൈവാഹിക പ്രതിബദ്ധതയെ കുറിച്ച് ഒരു ആശയം ഉണ്ടായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, അതാണ് ചർച്ച ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈവാഹിക പ്രതിബദ്ധത? എന്റെ ഭർത്താവ് എങ്ങനെയാകണം, അല്ലെങ്കിൽ എന്റെ ജീവിതം എങ്ങനെ, വൈവാഹിക ജീവിതം എങ്ങനെയാകണം, എങ്ങനെ ആ കമ്മിറ്റ്മെന്റ് ഏത് രീതിയിലാണ് കമ്മിറ്റ് ചെയ്യുന്നത്? ഞാൻ കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. പിന്നെ ആ പ്രതിബദ്ധത എല്ലാ പോയിന്റിലും ആ രണ്ടാൾക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇതുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത്, അതൊക്കെ നമ്മൾ വെറുതെ ഒരു ഇതിനെ പറയാണ്. ഇപ്പൊ ഈ രണ്ടാളും 2 ഓഫീസിൽ വർക്ക് ചെയ്യാണ്, വൈഫും ഹസ്ബൻഡും. രണ്ടാൾക്കും അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങൾ വീട്ടിൽ ഇവരിരുന്ന് സംസാരിക്കും. എന്തിനെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ലീവ് കൊടുക്കാത്ത പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ശല്യപ്പെടുത്തുന്നുണ്ടാവും. അപ്പൊ ഈ വൈഫ് ഇങ്ങനെ പറയാണ്, എന്നെ ശല്യപ്പെടുത്തുകയാണ്, ലീവ് തരുന്നില്ല, അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന് സൊല്യൂഷൻ കണ്ടെത്തലിനും കൂടി ഹസ്ബൻഡിനും കൂടി സപ്പോർട്ട് വേണം. അല്ലാതെ എന്റെ ഓഫീസിലെ കാര്യം ഞാൻ നോക്കൂല എന്ന് പറഞ്ഞാല് അവള് ഡിപ്രസ് ആയി പോകും. അപ്പൊ ഓഫീസിലെ കാര്യങ്ങളും ചിലപ്പോൾ വീട്ടിൽ സംസാരിക്കേണ്ടി വരും. അത് തീരെ പാടില്ല എന്ന് വാട്ടർ ടൈറ്റ് ആക്കിയത് കണിശമായിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം വീട്ടില്, ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വിഡ്ഢിത്തരാണ്. മനസ്സിലായില്ലേ? അതെ, അത് ഞാൻ സാറേ, യോജിക്കുന്നു. അത് പറയുമ്പോ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അവര് കെട്ടിയെടുത്തൊരു സീനിയോർ ലിസ്റ്റ് ഉണ്ടാക്കാൻ വീട്ടിൽ കൊണ്ടുവന്നാല് വൈകുന്നേരം മുതൽ രാത്രി വരെ ഇത് ചെയ്യേണ്ടി വരും. ഇപ്പം മറ്റേ സാറ് പറഞ്ഞ പോലെ കുറച്ച് സമയം ഡിസ്കഷൻ ആവാം, കാരണം വിഷമമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് പറയും. ഇത് വൈകുന്നേരം വന്നു കഴിഞ്ഞാലും രാത്രിയാന്ന് വരെ ഈ കുട്ടികളെ ശ്രദ്ധിക്കാതെ ഇതിലേക്ക് തന്നെ മുഴുകിയാൽ അത് പ്രശ്നമാണ്. ഇത് പറയും. കറക്റ്റ്. നമ്മൾ പറഞ്ഞത് ഇതൊന്നല്ല കേട്ടോ. ഇപ്പോ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോ അതൊന്നല്ല. സാർ ശ്രദ്ധിക്കല്ലോ, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോ അതല്ല. വീട്ടിലെ അതായത് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമയം ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാം. ചിലപ്പോൾ ഓവർ ടൈം പോകേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ ജോലി സ്ഥലത്തെ ചില ജോലികൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യേണ്ടി വരും. ഇതൊന്നും ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് ഇത് രണ്ടും നമ്മളൊരു ബാലൻസ് ഉണ്ടാവണം, രണ്ടും വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടും തുല്യമായി വേണം എന്നാണ് പറഞ്ഞത്. അതാണ് ബാലൻസ്. ഒരു ബാലൻസ്, കോമൺ ബാലൻസ്. നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ തൂക്കക്കട്ടി വെച്ചിട്ടും സാധനം വെച്ച് കഴിഞ്ഞാലും തുല്യമായിരിക്കണം ബാലൻസ്. അത് രണ്ടും തുല്യമായിരിക്കണം. ഒന്ന് അങ്ങനെ ഇത് ഒന്ന് മറ്റേതിനെ ബാധിക്കരുത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. സാർ ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ വേണം പ്രതിബദ്ധത എന്നുള്ളത് ആരാ പറഞ്ഞു സാറേ? ഞാനാ പറഞ്ഞത്, റഹീം. റഹീം സാർ, ഞാൻ ചോദിക്കട്ടെ. സാർ ഇപ്പൊ വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഈ സെഷന് വേണ്ടി നടത്തിയത്.
ഞാൻ സാറിനോട് ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ. ഉം, ഉം. സാറിന്റെ പ്രതിബദ്ധത ഇത് ആണെങ്കിൽ, അതായത് സാറിന്റെ വൈവാഹിക ജീവിതത്തിലെ പ്രതിബദ്ധത, സാർ ആഗ്രഹിക്കുന്ന പ്രതിബദ്ധത ഇത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ സാർ ഇത് സാറിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ പറയും, എന്റെ ഭാര്യ വർക്കിംഗ് ടീച്ചറാണ്. അപ്പൊ അവളെ പ്രിൻസിപ്പൾ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ, ഞാൻ ഒരു പ്രൊഫസറാണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്നെയും കൂടി പേടിച്ചിട്ടാണ് മൂപ്പര് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത്. അപ്പൊ എന്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായാലേ അവൾക്ക് ശരിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മൈൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാന് വെറുതെ പറഞ്ഞതല്ല. എന്റെ ചോദ്യം സാർ ഇത് സ്വന്തം ഭാര്യയോട് ചർച്ച ചെയ്തോ? ഭാര്യ എന്നോട് ചർച്ച ചെയ്യും, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, എന്താ ചെയ്യേണ്ടത്, അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അത് നടപ്പിൽ വരുത്തും, അല്ലെ? ഇതാണ് മാതൃകാപരമായ രീതി. ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോ ഇതാണ് മാതൃകാപരമായ രീതി, ഇതാണ് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾക്ക് വൈവാഹിക പ്രവൃത്തികൾക്ക് നമ്മുടേതായുള്ള ആശയങ്ങളുണ്ട്. ഓരോരുത്തർക്കും, ഭാര്യയ്ക്കുണ്ടാവും, ഭർത്താവിനുണ്ടാവും. ഇന്ന രീതിയിൽ നമ്മുടെ ജീവിതം, അത് നമുക്ക് തന്നെയാണ് തീരുമാനിക്കേണ്ട അധികാരം. അപ്പോ ആ ആശയം നമ്മൾ പരസ്പരം ചർച്ച ചെയ്തിട്ട് നടപ്പാക്കണം എന്നുള്ളത്, അത് കണ്ടെത്തണം നമ്മൾ ആദ്യം. എന്നിട്ട് ദൈനംദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇത് പടുത്ത് ഇങ്ങനെ വലിയ നല്ലൊരു ചന്തമുള്ള താജ്മഹൽ അല്ലെ, അങ്ങനെയുള്ള ഇതായിട്ട് മാറ്റണം. ഇപ്പൊ ഷാജഹാൻ ചക്രവർത്തി ഇത്ര വലിയൊരു മഹൽ പണിയത് ഈ രീതിയിൽ പ്രതിബദ്ധത ഉള്ളത് കൊണ്ടതാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിബദ്ധത ഏത് ലെവൽ വരെ ഉയർത്തിക്കൊണ്ടുപോകാം, വൈവാഹിക ജീവിതത്തിന്റെ ഏത് ലെവൽ വരെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. ഡിവോഴ്സ് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ അരുത് എന്ന് പറയുന്നത് ഞാൻ വളരെ ഇതിന്റെ കാര്യത്തിൽ മാത്രം ഉദ്ദേശിച്ചു, പ്രതിബദ്ധതയുടെ കാര്യത്തിൽ, കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ഡിവോഴ്സ് ഒട്ടും പാടില്ല എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ പ്രതിബദ്ധതയുടെ വിഷയം പറയുമ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയേ അരുതെന്ന് തന്നെ ഞാൻ പറയാം. അപ്പോ അതാണ് കാര്യങ്ങൾ. സാർ, വേറൊരു പോയിന്റ് പറയട്ടെ, പ്രതിബദ്ധത. അതായത് ഈ വൈവാഹിക ജീവിതം എങ്ങനെ നീണ്ടുപോകുമ്പോ പല പ്രശ്നങ്ങളും, പല കൺഫ്യൂഷൻസും, പല കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോ പല ആളുകളും ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിക്കാറുമുണ്ട്. പക്ഷേ കുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ടുപേരും കുറേ കോംപ്രമൈസ് ചെയ്യും. കുട്ടികളില്ലെങ്കിൽ ഡൈവേഴ്സിന് ചാൻസ് കൂടുതലാണ്. ഈ കുട്ടിയുടെ ഭാവി, ഈ കുട്ടിയുടെ പ്രശ്നം ആലോചിച്ച് രണ്ടുപേരും നന്നായിട്ട് സഹിക്കും, ടോളറേറ്റ് ചെയ്യും എന്നുള്ള ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിബദ്ധത ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ 40 to 50% ഡൈവേഴ്സ് ഇല്ലാതിരിക്കാൻ കാരണം. അല്ലെങ്കിൽ കുറേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അധികം നമുക്ക് കാണാൻ പറ്റും, കുട്ടികളില്ലാത്ത കേസിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഉണ്ടാവുന്നത് കാണാൻ പറ്റും. കുട്ടികള് ഡിങ്ക് ബന്ധം അല്ലെ, ഡിങ്ക് ബന്ധം എന്നല്ല ഇതിന് പറയാം. കുട്ടികളില്ലാത്ത, ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന ദമ്പതികളുണ്ട്, കുട്ടികളെ വേണ്ട, നമ്മുടെ വൈവാഹിക സംതൃപ്തി അത് കുറയ്ക്കരുത്, കുട്ടികളുണ്ടായാൽ കുറഞ്ഞു പോകും എന്നൊക്കെ ചിന്തിക്കുന്ന ദമ്പതികളും ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോ അതല്ല, ഇതാണ് ശരിയെന്നാണ് സാർ പറഞ്ഞത്. വളരെ ശരി തന്നെയാണത്, യാതൊരു സംശയവുമില്ല. കറക്റ്റ്. ഇപ്പോ ഈ 2-3 വഴികൾ പറയട്ടെ. അതായത് ഈ പ്രതിബദ്ധത കൂട്ടാൻ. പ്രതിബദ്ധത ഒരിക്കലും നൈസർഗികമായിട്ട് വരുന്നതല്ല എന്ന് വ്യക്തമാണല്ലോ. മതങ്ങൾ അങ്ങനെ പറയുന്നത് നമ്മൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പ്രതിബദ്ധതയിൽ. ഞാൻ പറഞ്ഞു, ഒരു ഷാജഹാൻ ചക്രവർത്തിയെ പോലെ ഉയരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് ശരി എന്നാണ് മനസ്സിലാക്കി. സ്വന്തം ഭാര്യയോടുള്ള പ്രതിബദ്ധത അത്രയധികം ഉയർന്ന ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള പ്രതിബദ്ധത, വൈവാഹിക ജീവിതത്തിനോടുള്ള പ്രതിബദ്ധത നല്ല ഉയർന്ന ലെവലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതിനുള്ള ചില സ്റ്റെപ്പുകൾ, ചില വഴികൾ നൈസർഗികമല്ല ഇതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവില് മാത്രം കേന്ദ്രീകരിക്കാം.
കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരാരുമില്ല. അപ്പോ അതില് ഗുണങ്ങളുള്ള ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട് ഓരോ വ്യക്തിക്കും. അതിൽ മാത്രമാണ് കേന്ദ്രീകരിക്കേണ്ടത്. അതായത് ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്വന്തം പങ്കാളിയെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല, ഒരു കുറ്റവും പറയാനില്ല. അങ്ങനെ വരുമ്പോൾ സ്വഭാവമായിട്ട് മാറും. 26 ദിവസം ആണ് സ്വഭാവ രൂപീകരണ ദിവസങ്ങൾ. 26 ദിവസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമായിട്ട് വരും, നമ്മുടെ ജീവിതത്തിലെ കമ്മിറ്റ്മെന്റ്. മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്, എത്രത്തോളം കമ്മിറ്റ്മെന്റ് വിവാഹത്തിൽ ഉണ്ടോ അത്രത്തോളം സംതൃപ്തിയും സന്തോഷവും നമുക്കുണ്ടാവും. ഇത് മനസ്സിലാക്കിയിട്ട് ഇത് നിസ്സാര കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിന് തയ്യാറാവണം. 30 ദിവസം ഒരു കുറ്റവും പറയാതിരിക്കുക. പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് അഭിനന്ദിക്കാനായിട്ട് കണ്ടെത്തുകയും ചെയ്യുക, അഭിനന്ദിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇത് ഫോക്കസ് ഓൺ പോസിറ്റീവ് എന്നുള്ള ഹെഡിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, മേക്ക് എ പ്ലാൻ, ഒരു ആസൂത്രണ പദ്ധതി ഉണ്ടാക്കുക. അത് ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം. അപ്പൊ മേക്ക് എ പ്ലാൻ എന്നുള്ളതാണ്. അതായത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഒരു വീട് വെക്കല്, അല്ലെങ്കിൽ ഉള്ള വീടിന്റെ ഒരു നില പണിയല്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവിടെ സാറ് പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നത്, കുട്ടികളുണ്ടായ കുട്ടികളെ നമുക്ക് നന്നായി വളർത്തണം. ഇത് ഒരു പ്ലാനാണ്, അത് പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് രണ്ടുപേരും ഒന്നിച്ച് വേണം തീരുമാനിക്കാൻ, എന്നിട്ട് അതിനു വേണ്ടി രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ഡീൽ വിത്ത് ഡിഫറൻസസ് വിത്ത് അപ്രീസിയേഷൻ എന്നുള്ളതാണ്. വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കില്ല. നമുക്കറിയാം, ഭാര്യാഭർത്തൃ ബന്ധത്തില് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ജീവികൾ തമ്മിലുള്ള ഒരു ഇതാണ് ഇടപെടലും ജീവിതമാണ് ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളത്. അപ്പൊ വ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്തായാലും പരസ്പര വ്യത്യാസങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതായത് അതിലല്ലേ നമ്മൾ സംഘർഷം, കോൺഫ്ലിക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെയല്ലേ. അപ്പോ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ വ്യത്യാസങ്ങൾ, നീ ആ കുടുംബത്തിൽ നിന്ന് വന്നാണ്, ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് വന്നാണ്, ആ കുടുംബത്തിന്റെ മഹിമ നീ കാണിക്കും, ഈ കുടുംബത്തിന്റെ മഹിമ ഞാൻ കാണിക്കും, അല്ലെ. അപ്പൊ വ്യത്യാസങ്ങളാണ് അവിടെ. വ്യത്യാസം ഉണ്ടല്ലോ, അത് ശരിയാണല്ലോ ഈ പറയുന്നതെല്ലാം. നീ പുരുഷനാണ്, ഞാൻ പുരുഷനാണ്, നീ സ്ത്രീയാണ്, വ്യത്യാസമായി. പക്ഷെ ഈ എല്ലാ വ്യത്യാസങ്ങളെയും ഒന്ന് അത് വ്യത്യാസം ശരിയാണ്, ഉണ്ട്, അത് റിയാലിറ്റിയാണ്. അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയണം നമുക്ക്. ആ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഒരു ബന്ധം ഇങ്ങനെ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നത്. പരസ്പര പൂരകമായിട്ടുള്ള, സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഭിന്നതകളിൽ നിന്ന് പരസ്പര ഗുണം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. പരസ്പരം അതായത് ഒരു പങ്കാളിയുടെ ശക്തി മറ്റേ പങ്കാളിയുടെ ദൗർബല്യം നികത്താനായിട്ട് ഉപകരിക്കുന്ന രീതി വരണം. അതാണ് ഡീൽ വിത്ത് ഡിഫറൻസസ് വിത്ത് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ശപഥങ്ങൾ വീണ്ടും പുതുക്കുക. ഈ മെരിറ്റൽ വോസ്, മെരിറ്റൽ വോസ് എന്നൊക്കെ പറയുന്നത് അതാണ്. അത് ഇപ്പൊ വ്യക്തമായിട്ട് ഇപ്പോ ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഉണ്ടായിരിക്കും, എനിക്കറിയില്ല, കൂടുതൽ വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു വകുപ്പുണ്ട്, ദൈവം കുട്ടിയോപിച്ച് മനുഷ്യനെ, അങ്ങനെ അതൊരു ശബ്ദമാണ്, ഒരു പോവാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുതുക്കുന്നത് നല്ലതാണ്. അതൊക്കെ നല്ലതാണ്, ഈ പ്രതിജ്ഞാബദ്ധത കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പ്രതിജ്ഞാബദ്ധത നമ്മൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കണം. എന്തു വന്നാലും ഞങ്ങൾ വേർപിരിയില്ല, ഞങ്ങൾ ഒന്നായി തന്നെ, അല്ലെ, അടുത്ത ജന്മത്തിൽ ഞങ്ങൾ, ആ രീതിയിൽ പരസ്യമായിട്ട് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല, ശരി തന്നെയാണ് എന്നുള്ള മനസ്സിലാക്കി. ഓക്കെ. പിന്നെ ഈ നമ്മുടെ വിവാഹത്തിന് ഒരു നല്ല കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. വൈവാഹിക ജീവിതത്തിൽ ഉള്ള സംതൃപ്തിയും അതിൽ നിന്നുണ്ടാവുന്ന നല്ല കുട്ടികളും ആണ് നമ്മുടെ മനുഷ്യവംശത്തിനെ നന്നാക്കുന്നത്, നിലനിർത്തുന്നത്. വലിയ കാര്യമാണിത്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ
ഇത് നമ്മൾ ആഘോഷിക്കണം. അതായത് നമ്മുടെ വിവാഹത്തിന്റെ ആഘോഷങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പേരെ ക്ഷണിക്കുകയും ചങ്ങാതിമാരെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മൾ അതിന് നമ്മുടെ വിവാഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആഘോഷിക്കുന്നവരെ എല്ലാവരും വിളിക്കുന്നു, ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോ വ്യക്തിബന്ധങ്ങള്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ എത്രത്തോളം നന്നായി തുടരുന്നു അത്രത്തോളം പ്രതിബദ്ധത അവർ തമ്മിൽ ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, നേരത്തെ ഒരു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും വേണ്ടത് എന്താണ്? സുരക്ഷിതത്വമാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അല്ലെ? സുരക്ഷിതത്വം, സംരക്ഷണവും. ഇതാണ്. ഈ സുരക്ഷിതത്വവും സംരക്ഷണവും ഉണ്ടാകുന്നത് പ്രതിബദ്ധതയിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. പ്രതിബദ്ധതയിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ പ്രതിബദ്ധത നമുക്ക് വിവാഹത്തിന്റെ മുൻപേ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. കഴിയുകയും ചെയ്യത് നമ്മൾ സംസാരത്തിലെ ഇടപെടലിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രതിബദ്ധതയുള്ള ആളെയാണ് ഞാൻ വിവാഹത്തോട്, എത്രത്തോളം പ്രതിബദ്ധതയുള്ള ആളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ഈ സെഷനുകളിൽ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇയാളെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വലിയൊരു കാര്യമാണ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് വിവാഹത്തിൽ. അപ്പോ ഈ സ്റ്റെബിലിറ്റി, മെരിറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്ന വിഷയമാണ് കമ്മിറ്റ്മെന്റ്. അത് ഈ വിവാഹം തുടരാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അത് ഡിവോഴ്സിന്റെ അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക. അപ്പോ ശരിയായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ കോൺഫ്ലിക്ട് റിസൊല്യൂഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഇത് ശരിയായ രീതിയിൽ പരിഹരിക്കുക വഴിയാണ് കമ്മിറ്റ്മെന്റ് ബലപ്പെടുക എന്നുകൂടി മനസ്സിലാക്കും. പിന്നെ കമ്മിറ്റ്മെന്റ് പല സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നതെന്ന് പറയുന്നത്. കമ്മിറ്റ്മെന്റ് സ്റ്റേജ് ബന്ധങ്ങളിലുണ്ട്. അങ്ങനെ സ്റ്റേജ് ആയിട്ട് തന്നെ ബന്ധത്തിൽ ഉണ്ടെന്ന് പറയുന്നു. അതായത് നമ്മളിപ്പോ ആദ്യം ഒരു വിവാഹ ബന്ധത്തില് വളരെ ഊഷ്മളമായിരിക്കും ബന്ധം, അല്ലെ? വൈകാരികമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരിക്കും. അതിന് നമ്മൾ റൊമാൻറ്റിക് ഘട്ടം പറയും. സാബു സാറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? 4 stages of 5 stages അല്ലെ? 5 stages of റിലേഷൻഷിപ്പ് സാറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ആദ്യത്തെ റൊമാൻറ്റിക് സ്റ്റേജ് ആണ് നമ്മളിപ്പോ സ്റ്റേജസ് ആണ് പറഞ്ഞത്. ഹണിമൂൺ സ്റ്റേജ് 5 സ്റ്റേജസ്, ഹണിമൂൺ സ്റ്റേജ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സ്റ്റേജ്. അല്ല, റൊമാൻറ്റിക് സ്റ്റേജ് ഇത് വേറെ വ്യത്യസ്തം. ഇത് റിലേഷൻഷിപ്പിലുള്ള സ്റ്റേജസ് ആണ് പറയുന്നത്. ആദ്യത്തെ റൊമാൻറ്റിക് W മോഡലാണോ? W മോഡൽ ആണോ? W മോഡല് എനിക്ക് മനസ്സിലായിട്ടില്ല. സാർ, അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. പറയുന്ന ഫസ്റ്റ് മോഡൽ ഇതാണ്, ഹണിമൂൺ സ്റ്റേജ് എന്ന് പറയും. പിന്നെ ഡിസെൻചാൻമെന്റ് സ്റ്റേജ് എന്ന് പറയും. പിന്നെ മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയും. പിന്നെ റിയാലിറ്റി സ്റ്റേജ് എന്ന് പറയും. ഫൈനലി ഗോൾഡൻ സ്റ്റേജ് എന്ന് പറയും. ഇങ്ങനത്തെ 5 സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ക്യാമ്പൽ എന്ന് പറഞ്ഞിട്ട്, ക്യാമ്പലിന് ഒരു 5 സ്റ്റേജ് ഉണ്ട്. അത് ആദ്യത്തെ സ്റ്റേജിൽ അദ്ദേഹം പറഞ്ഞ റൊമാൻറ്റിക് സ്റ്റേജ് ആയിരിക്കും. അതിന് റൊമാൻറ്റിക് ആണ്. കാരണം ഹണിമൂൺ സ്റ്റേജ് പ്രണയത്തിന്റെ കാലഘട്ടത്തിൽ ആദ്യം ചേർന്ന് പോകുന്ന സ്റ്റേജ്, അതിനുശേഷം പിന്നെ സ്വരച്ചേർച്ചകൾ വരുന്ന സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ്. പിന്നെ വീണ്ടും നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് വരും. ഒന്നെങ്കിൽ ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യും. പിന്നെ റിയാലിറ്റിയാണ്. അപ്പം ഏജ് കൂടി പിന്നെയാണ് ഗോൾഡൻ സ്റ്റേജ്. ഗോൾഡൻ സ്റ്റേജ് അല്ലെ? പക്ഷെ ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റൊമാൻസ് ഘട്ടത്തിൽ, അതായത് 1-2 വർഷം വരെയൊക്കെ പോവാം ചിലപ്പോ, മാക്സിമം. ചിലപ്പോ ചിലർക്ക് 2 മാസം ഉണ്ടാവുള്ളൂ. അതായത് ആ സമയത്ത് 2 വർഷം വരെ 2 വർഷം മാക്സിമം. ഒരു 2 മാസത്തിന് ചിലപ്പോ ചിലർക്ക് തീരും. അതായത് ഭയങ്കര ആ സമയത്ത് ഈ പ്രണയ കാലഘട്ടം അല്ലെങ്കിൽ റൊമാൻറ്റിക് സ്റ്റേജ് എന്ന് പറയുന്ന കാലഘട്ടത്തില് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയുള്ള ഒരു വ്യക്തിയുടെ രീതിയിലാണ് പെരുമാറുക. അതായത് ഒന്നും ശ്രദ്ധിക്കില്ല.
നല്ലത് മാത്രമേ, ഭാര്യയെ കുറിച്ച് നല്ലത് മാത്രമേ കാണൂ, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഭാര്യ നല്ലത് മാത്രമേ കാണൂ. അങ്ങനെ ഒരു കാലഘട്ടം അങ്ങനെ മുന്നോട്ട് പോകും. നമ്മുടെ ഈ ലവ് ഹോർമോൺസ് ഒക്കെ ഒരുപാട് ശരീരത്തിൽ വരും. അങ്ങനെ അങ്ങ് തകർത്ത് ജീവിക്കും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് പവർ സ്ട്രഗിൾ ഘട്ടം എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ പരസ്പരമുള്ള ദോഷങ്ങൾ കാണാൻ തുടങ്ങുന്നത്. അപ്പൊ പിന്നെ അധികാര വടംവലിയുടെ വിഷയം വരും. ഇപ്പോ ചില ദമ്പതികൾ പവർ സ്ട്രഗിൾ എന്നുള്ള കാര്യത്തിൽ, പവർ സ്ട്രഗിള് നമുക്കെല്ലാം ഇത് വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ പവർ സ്ട്രഗിൾ, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനത് എന്റെ കുടുംബം വേറെ, നിന്റെ കുടുംബം വേറെ, അല്ലെ? നിന്റെ സംസ്കാരം വേറെ, എന്റെ സംസ്കാരം വേറെ. എന്നിട്ടൊരു അധികാരം എനിക്കാണ് വേണ്ടത്, ഞാൻ പറഞ്ഞു വെക്കണം. ആ രീതിയിൽ അതാണ് പവർ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഘട്ടം പവർ സ്ട്രഗിൾ. ഈ ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എന്തായാലും പോകും. സ്ഥിരമായിട്ട് ഈ പ്രണയ കാലഘട്ടം നിലനിൽക്കില്ല. എന്നിട്ട് ഇത് ജീവിതകാലം മുഴുവൻ ഈ സമരഘട്ടത്തിലുള്ള ദമ്പതിമാരുണ്ട്, അങ്ങനത്തെ ദമ്പതിമാരുണ്ട്. പക്ഷെ ഇതല്ല ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവര് തമ്മിലടിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ അധികാര തർക്കം കഴിച്ചൊരു ഒരവസ്ഥ വരും. എന്നിട്ട് അവര് ശരിയായ രീതിയിൽ പ്രോബ്ലംസ് ഇല്ലാതെ ഈ പവർ സ്ട്രഗിള് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ സ്റ്റേജ് ആണ് മൂന്നാമത്തെ സ്റ്റേജ്. അതിന് സ്റ്റെബിലിറ്റി സ്റ്റേജ് എന്ന് പറയും. സ്റ്റെബിലിറ്റി സ്റ്റേജില് ഇതിലിപ്പോ ആ രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ വിജയിക്കണം. വിജയിക്കാത്തവര് തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഭൂരിപക്ഷം ദമ്പതികളും ഇങ്ങനെയാണ് പോകാറ്. സാബു സാറിന്റെ അടുത്ത് എനിക്ക് കുറെ നേരമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്. സാറ് പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്, അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത് എന്ന് പറഞ്ഞു. അത് ടെമ്പററി ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അത് ടെമ്പററി ആണ്. തികച്ചും വ്യത്യസ്തമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്ന ആളാണ്. അപ്പോ രണ്ടും വേണം സാറേ, രണ്ടും വേണം. അഡ്ജസ്റ്റ്മെന്റും വേണം, അണ്ടർസ്റ്റാൻഡിങ്ങും വേണം, വേറെ വല്ലതുണ്ടെങ്കിൽ അതും വേണം. ഓക്കെ, വ്യത്യസ്തമായിട്ട്. അതാ സാറപ്പോ യാഥാർത്ഥ്യം വ്യക്തമായിട്ട് ഉൾക്കൊള്ളുന്നു. ഓക്കെ, സാറ് പറഞ്ഞില്ലേ ഈ മറ്റേ പവർ സ്ട്രഗിൾ മാത്രല്ല ഇവിടെ പ്രശ്നം വരുന്നത്. ആദ്യം നല്ലൊരു ഹണിമൂണ് മറ്റേ കാര്യങ്ങള് നല്ല അങ്ങനെ പോണ്, പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഹോർമോൺ വ്യത്യാസം വരും ബോഡിയില്. ഇവ ഇൻക്ലൂഡിങ് പ്രഗ്നൻസി വരുമ്പോ തന്നെ ഹോർമോൺ ഡിഫറൻസ് വരും. ഈ പുരുഷനോട് ഭയങ്കര അലർജി ആയിരിക്കും. പുരുഷന്റെ സ്മെല്ല് പോലും അവൾക്ക് കേൾക്കാൻ പറ്റില്ല. അതൊക്കെ ഫിസിയോളജിയും ബയോളജിയും സൈക്കോളജിയും എല്ലാം കൂടെ കൂടിയ സംഭവങ്ങളാണ്. അങ്ങനെ വന്ന ആ കുട്ടി പിന്നെ പ്രസവിക്കുന്നതോട് കൂടി കുട്ടിയെ നോക്കുന്ന സ്ട്രെസ്, കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോകണം, വലുതാവണം, മെഡിസിൻ അസുഖം ഉണ്ടാവും, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷെയറിങ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. ആദ്യം അതൊന്നും ഇല്ലല്ലോ. കുടുംബജീവിതം ആവുമ്പോൾ ഇങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമ്പോ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പവർ സ്ട്രഗിൾ മാത്രമല്ല പ്രശ്നം. അല്ല, പ്രണയ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമില്ല. ഇല്ല, ഒരു പ്രശ്നമില്ല. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു ഷെയറും ഇല്ല, ഒരു വർക്ക് ലോഡും ഇല്ല, വർക്ക് ഷെയറിങ് ഒന്നും ഇല്ലല്ലോ. പ്രണയ കാലഘട്ടത്തിന് നമ്മള് ഇത് ഇൻഡിപെൻഡന്റ് ആണ്. കമ്പയർ ചെയ്യുന്ന മയക്കുമരുന്ന് കഴിക്കുന്ന പോലെയാണ്. മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ലഹരിയാണ്. ആ ലഹരിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം ചിന്തകൾ വരും, പവർ സ്ട്രഗിലോട്ട് പോകും. നീ ചെയ്യുന്നത് ശരി, അത് ഞാൻ പറഞ്ഞു. പവർ സ്ട്രഗിൾ ഘട്ടത്തില് ഒരു സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു പരസ്പരം ബാധിക്കാവുന്ന രീതിയിൽ പവർ സ്ട്രഗിള് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡിവോഴ്സ് അല്ലെങ്കിൽ സ്ഥിര അടിപിടി എന്നുള്ളതിലേക്ക് പോകും. ഇപ്പൊ അല്ലാത്ത ഈ ഗർഭിണിയാകുമ്പോ അവരോട് കൂടുതൽ പരസ്പരം ഇഷ്ടമുള്ളതാ ഞാൻ കണ്ടിട്ടുള്ളത് സാറേ. കാരണം അങ്ങനെ ഇഷ്ടത്തോട് കൂടിയിട്ട് അവർക്ക് വേണ്ടുന്ന ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക, ഇഷ്ടമുള്ള പിന്നെ എന്താ കഴിക്കാനുള്ളത്, അങ്ങനെ ഫുള്ളി ഇഷ്ടങ്ങളുടെ ഒരു കാലഘട്ടമായിട്ടാണ്. ഇനിയിപ്പം ചില പുരുഷന്മാര് വീട്ടിലേക്ക് പറഞ്ഞയക്ക പോലും ഇല്ല പ്രസവത്തിന്. അപ്പം ശരിക്കും ചില ഹോസ്പിറ്റലിൽ പെയിൻ വന്നാൽ ഭർത്താവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുന്നതും ഉണ്ടല്ലോ സാറേ. മേഡം, അത് ശരി തന്നെയാണ്. നമ്മള് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, വീട്ടുകാരും ഫാമിലിക്കാരും ഒക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ഈ സ്ത്രീക്ക് എന്താ സംഭവിക്കണ അറിയോ? സ്ത്രീക്ക് ഫിസിയോളജിക്കലി
സൈക്കോളജിക്കലി ഈ പുരുഷനെ കുറച്ച് വേർപെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരെ സ്മെല്ല് ഇവർക്ക് പറ്റൂല, പിന്നെ അവരെ വിട്ടു നിർത്താനുള്ള ഒരു 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 ത്വരത വരും ബോഡിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആണ് ഈ അന്ന് മുതൽ തന്നെ ഈ ഇത് വരും എന്ന് പറയാം. ആദ്യം ഉണ്ടായിരുന്ന ഹരങ്ങളും പിന്നെ അതല്ല പിന്നെ വരുന്നത്. പ്രസവം മറ്റേ ഗർഭമാവുന്നതോട് കൂടിയിട്ട് പിന്നെ ബോഡിയിൽ കുറെ ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ ചേഞ്ചസ് വരും. അതിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ കുഴപ്പമില്ല അത് സാറേ, കാരണം അത് എന്റെ എല്ലാ ലൈഫിൽ സ്ത്രീകൾക്കും ഉള്ള ഉണ്ടാവില്ല. അനുഭവം പറഞ്ഞു. അത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവില്ല. ഒരു 10 to 20% സ്ത്രീകൾക്ക് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ഇത് ഇത്തരത്തിലുള്ള വ്യത്യസ്തകളാണ് ഭാര്യ ഭർത്തൃ ബന്ധം. പരസ്പര വ്യത്യസ്തതകളിൽ അത് നമ്മൾ സംസാരിച്ച വിഷയമാണ്. ഭീമമായ വ്യത്യസ്തതകളിലെ ഐക്യമാണ് ഇത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. പിന്നെ അടുത്ത സ്റ്റേജ് കമ്മിറ്റ്മെന്റ് സ്റ്റേജ്. അതായത് പവർ സ്ട്രഗിൾ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റെബിലിറ്റി സ്റ്റേജിലോട്ട് വരും. അതായത് അത് അവിടെയാണ് ഞാൻ സാറിനായിട്ട് സംസാരിച്ചത്. നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ പഠിക്കും. അഡ്ജസ്റ്റ്മെന്റ് ആണ് പെർഫെക്ഷൻ. നല്ല അഡ്ജസ്റ്റ്മെന്റിലാണ് ഡിവോഴ്സ് ഇല്ലാതാക്കുന്നതും നല്ല വൈവാഹിക ജീവിതം ഉണ്ടാക്കുന്നതും. മോശമായ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡിവോഴ്സിലേക്ക് എത്തിക്കുന്നതും വൈവാഹിക ജീവിതത്തിൽ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നതും. എന്താണ് പറയാനുള്ളത്? അപ്പോൾ ആ നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റെബിലിറ്റി സ്റ്റേജിലോട്ട് വരും. അപ്പോഴും സ്ട്രഗിൾ ഉണ്ടാവും, പവർ സ്ട്രഗിൾ ഉണ്ടാവും. ഞാൻ ഇന്ന കുടുംബത്തിലാണ്, ഇന്ന ആളുടെ മോനാണ്, മോളാണ്, അങ്ങനെയാണ്, ഞങ്ങളുടെ സംസ്കാരം ഇതാണ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊരു അഡ്ജസ്റ്റ് ചെയ്ത രീതിയിൽ മുന്നോട്ട് പോകും. അതിന് സ്റ്റെബിലിറ്റി സ്റ്റേജ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് ഈ കമ്മിറ്റ്മെന്റ് സ്റ്റേജ് വരുന്നത്. അത് അപ്പോ ആ സ്റ്റേജിലേക്ക്, ഇത് നാലാമത്തെ സ്റ്റേജാണത്. ആ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റിയാലിറ്റിയിൽ എത്തും. നമ്മൾ ബന്ധത്തിന് കുറച്ച് പോരായ്മയുണ്ട്. ഇത് എൻ്റെ ഭാര്യ, ഞാൻ അവളുടെ ഭർത്താവ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഇന്ന മിസ്റ്റേക്കുകളുണ്ട്, ഇത് ഇന്ന പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോണത്, മനസ്സിലായില്ല, അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് ഇത് പെർഫെക്റ്റ് ആവുള്ളൂ എന്നൊക്കെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സ്റ്റേജാണ് കമ്മിറ്റ്മെന്റ് സ്റ്റേജ്, പ്രതിബദ്ധതയുടെ സ്റ്റേജ്. ഇത് പൊതുവെ വിവാഹത്തിന്റെ മാത്രമല്ല, എല്ലാ ബന്ധങ്ങൾക്കും ബാധകമായിട്ടുള്ള, മനുഷ്യബന്ധങ്ങൾക്കും മുഴുവൻ ബാധകമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കമ്മിറ്റ്മെന്റ് സ്റ്റേജ് ഇതാണ്. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റേജ് പറഞ്ഞ ബ്ലിസ് സ്റ്റേജ് അല്ലെങ്കിൽ കോ ക്രിയേഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അതായത് സന്തോഷത്തിന്റെ സ്റ്റേജ്. ഇതാണ് ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാര് അളവ് പോലെ. അതായത് ഈ സ്റ്റേജിലെത്തിയ ഭാര്യ ഭർത്താക്കന്മാര് സമൂഹത്തിലേക്ക് ഇറങ്ങണം. അവര് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്തുകൊണ്ട് അവരും സന്തോഷിക്കും അതില്. അയ്യോ അത് ശരിയല്ലല്ലോ, നിങ്ങൾ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ല ഞാൻ സഹായിക്കാം, ഞാൻ ചെയ്ത് ശരിയാക്കി തരാം, എന്നിട്ട് വേറൊരു കുടുംബത്തിനെ സഹായിക്കാൻ, സമൂഹത്തിന് എന്തൊക്കെ സഹായിക്കാൻ പറ്റുമോ അതിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് മുന്നിട്ട് ഇറങ്ങി ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് ബ്ലിസ് സ്റ്റേജ്. അപ്പൊ ഈ 5 സ്റ്റേജാണ് ഇപ്പൊ എല്ലാ ബന്ധത്തിനുള്ളത്. അപ്പോ അത് മനസ്സിലാക്കിയിട്ട്, അപ്പൊ മനസ്സിലാക്കേണ്ട വിഷയം കമ്മിറ്റ്മെന്റ് സ്റ്റേജിൽ നമ്മൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ബന്ധത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നത്, നമുക്ക് സംരക്ഷണം ഉണ്ടാവുന്നുണ്ട്. അത് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തകളും ഫീലിങ്ങുകളും ആഗ്രഹങ്ങളും നമ്മൾ തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോ വിഷമിക്കുന്ന സമയത്ത്, ഭാര്യ വിഷമിക്കുന്ന സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടാവും. അതായത് ഭർത്താവിന്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വപ്നങ്ങൾ പരസ്പരം ശ്രദ്ധിച്ച് കേൾക്കും, പ്രോത്സാഹിപ്പിക്കും. രണ്ടു കൂട്ടർ തമ്മിൽ ഗുണമേന്മയുള്ള സമയം വളരെയധികം ഉണ്ടാവും. ക്വാളിറ്റി അവേഴ്സ് കൂടുതൽ. ഇതൊക്കെ പ്രതിബദ്ധത ഉള്ളതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ പ്രതിബദ്ധത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഡിവോഴ്സ് ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമല്ല, ഈ നല്ല സ്റ്റേജുകളൊക്കെ എത്തിയിട്ട് വിവാഹം മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾ 8:27 ആയല്ലോ സാർ അല്ലേ? നമുക്ക് ചർച്ചയിലേക്ക് പോട്ടെ. ഓക്കെ. അപ്പൊ ഇതില് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതില് നമ്മുടെ PPT-യില് പറഞ്ഞതിനെ കുറിച്ച് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. സ്റ്റോപ്പ് ചെയ്യട്ടെ.
അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോട്ടെ, ചർച്ചയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ. വളരെ മനോഹരമായി 4 ഏരിയകൾ സാർ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അത് തന്നെ നമ്മൾ പരിഹരിക്കേണ്ട 4 തരത്തിലുള്ള രീതികൾ ഏതൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ ആദ്യത്തെ പാർട്ട് കമ്മ്യൂണിക്കേഷന്റെ പാർട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ പാർട്ട് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഏരിയയാണ്. മൂന്നാമത്തെ ഏരിയ ഇന്റിമസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തതാണ്. 4മത്തെ ഏരിയയിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഏതൊക്കെ രീതിയിലാണ് കമ്മിറ്റ്മെന്റ് അത് പ്രയോജനകരമാകുന്നത്. തീർച്ചയായിട്ടും അതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ ചുറ്റുപാടുകൾ, വരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ജീവിത സാഹചര്യം, എല്ലാം ഒത്തിരി കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിരിക്കുമ്പോഴും എങ്ങനെ ഒരു പ്രതിബദ്ധതയോടെ മുന്നോട്ട് പോകാം, ഒരു നല്ല കമ്മിറ്റ്മെന്റോടെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചൊരു നല്ലൊരു ചർച്ചയാണ്. സോ വിജയ് സാർ, താങ്ക് യു ഫോർ വണ്ടേഴ്സ് പ്രസന്റേഷന്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യണ്ടെങ്കിൽ പറയൂ. കൺക്ലൂഷൻ മോഡൽ നല്ലോണം ചർച്ചകൾ നടത്തി എങ്കിലും. സാറേ, ഇതെല്ലാത്തിന്റെ കൂടെ ആയിട്ട് എനിക്ക് ഒരൊറ്റ വാക്ക് മാത്രം, മനസ്സിലാക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായാൽ ഇതെല്ലാം സ്മൂത്ത് ആയിരിക്കും. മനസ്സിലാക്കൽ, മനസ്സിൽ ആക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കലിന്റെ അർത്ഥം. അതില്ലാതെ വരുമ്പോൾ പ്രതിബദ്ധതയും പോവും, സകലതും പോവും. ഓക്കെ, താങ്ക് യു. ക്ലാസ് നന്നായിരുന്നു. ഓക്കെ സാർ. മനസ്സിലാക്കാന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് സാർ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ 2 വാചകം വെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാബു സാറ് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അങ്ങനത്തെ രീതിയിലാണ് മുന്നോട്ട് പദം ഏത് പ്രയോഗിച്ചാലും ഈ ഓപ്പോസിറ്റ്, ഈ പങ്കാളി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സ് ആണ്, യാതൊരു സംശയമില്ലല്ലോ. അതിനെ മനസ്സിൽ ആക്കുക. അപ്പോ ഇപ്പൊ ഓഫീസിലെ കാര്യം പറഞ്ഞു, ഓഫീസിലെ പ്രശ്നം, പങ്കാളിയുടെ പ്രശ്നം, പങ്കാളിക്കാണുള്ള പ്രശ്നം. ആ സ്ഥാനത്ത് മനസ്സിൽ ആക്കുകയാണെങ്കിൽ ഞാനാണ് അവിടെ, ആ പ്രശ്നം എന്റേതായി മാറുന്നു. അതിന് അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിച്ചാലും കൊള്ളാം, ഒത്തുതീർപ്പെന്ന് വിളിച്ചാലും കൊള്ളാം, ഏത് വിളിച്ചാലും കൊള്ളാം. ഇത് ഉണ്ടായാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. യെസ് സാർ. വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ ഉണ്ടോ? ചർച്ചയിൽ പങ്കെടുക്കാത്ത ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. റോയ് സാർ എത്തിയിട്ടുണ്ടോ? ജോൺ സാർ, തോമസ് സാർ, ജോർജ് സാർ, ആരെങ്കിലും ഉണ്ടോ? യെസ്, റോയ് സാർ പറയൂ. ഇവിടെ വ്യത്യസ്തമായ 5 സാഹചര്യങ്ങൾ, കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞു. വ്യത്യസ്തമായ 5 സാഹചര്യങ്ങളാണ് കുടുംബജീവിതത്തിലേക്ക് പ്രശ്നങ്ങളുടെ അടിസ്ഥാനമായി വരുന്ന എന്ന് പറഞ്ഞു. ഒന്ന്, ഹണിമൂൺ ഫേസ്. എല്ലാം നല്ലതാണ്, രണ്ടുപേരുടെയും പ്രസൻസിൽ വളരെയധികം സന്തോഷമാണ്. ഓ, എനിക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഹണിമൂൺ സ്റ്റേജ്. പിന്നെ രണ്ടാമത് വരുന്നത് രണ്ടുപേരും കുറേശ്ശെ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഭാഗം. മൂന്നാമത് പൊരുത്തക്കേടുകൾ മറനീക്കി വരുന്നു. അപ്പൊ 3 സ്റ്റേജ് കഴിഞ്ഞ് 4മത്തെ സ്റ്റേജില് പങ്കാളികൾ പരസ്പരം എല്ലാ കുറവുകളോടെ അംഗീകരിക്കുന്നു. ഓക്കെ, 5മത്തെ സ്റ്റേജാണ് പങ്കാളി ആരെന്ന് പരസ്പരം തിരിച്ചറിയുക. അതായത് ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു. ഓക്കെ, അപ്പൊ ഈ സ്റ്റേജുകളിലേക്ക് വരുന്നതിന് മുമ്പാണ് ഈ അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചാണ് സാർ ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, സ്ത്രീയുടെയും പുരുഷന്റെയും മാനസികാവസ്ഥയുണ്ട്. അവൻ വളരുന്ന സാഹചര്യത്തിൽ വരുന്നതാണ്.
കാരണം വീട്ടിലും സമൂഹത്തിലും ഒക്കെ സ്ത്രീയെയും പുരുഷനെയും പേരൻസും സമൂഹവും എല്ലാം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. സ്ത്രീ അത് ചെയ്യണം, ഇത് ചെയ്യണം, ചില ഇതുണ്ട്. അപ്പൊ അതിനെല്ലാം ഉൾക്കൊണ്ട് വളരുന്ന ആള് ആണ്. അപ്പോ അതിൽ മുറുകി പിടിച്ചാൽ പ്രശ്നങ്ങളിലേക്ക് പോകും. വ്യത്യസ്തമായ സാഹചര്യത്തിൽ അത് രൂപപ്പെടുന്നതാണ് അത്. ഓക്കെ. പിന്നെ കുടുംബത്തിലെ കാഴ്ചപ്പാടുകൾ അതും ഇങ്ങനെ തന്നെയാണ്. ഓരോ കുടുംബത്തിലും സ്ത്രീകൾക്കുള്ള സ്ഥാനവും പുരുഷന്മാർക്കുള്ള സ്ഥാനങ്ങളും ഒക്കെ അത് പ്രത്യേക രീതിയിൽ ഉൾക്കൊണ്ടുവരുന്നതാണ് എല്ലാ വ്യക്തികളെല്ലാം. പിന്നെ സമൂഹത്തിൽ വരും ഇവരുടെ സോഷ്യൽ സെറ്റപ്പില് സോഷ്യൽ വാല്യൂസ് പലരിലും വ്യത്യസ്തമായിരിക്കും. ഈ ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നവരുണ്ട്, മെട്രോ നഗരത്തിൽ വളർന്നവരുണ്ട്. അവിടെ എല്ലാം ചില പ്രശ്നങ്ങളിൽ അവരിലൊക്കെ ഉണ്ടാകും. അതെല്ലാം തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ. പിന്നെ അടുത്തൊരു കാര്യമാണ് സാമ്പത്തിക തലത്തിലുള്ള ചില കാര്യങ്ങൾ. വരവുകളുടെ ചെലവുകൾ രണ്ടുപേർക്കും രണ്ടു വിധത്തിലായിരിക്കും. ഏറ്റക്കുറച്ചിലുകളെ കാണും സംഭവം. ചിലപ്പോൾ ഒരാൾക്ക് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ അത് ഒരു കുടുംബ ഇതിനു വേണ്ടി ഒരുമിച്ച് അതിലുള്ള പ്ലാനിങ് നടത്തണം. അതല്ലെങ്കിൽ പ്രശ്നമാകും. കാരണം ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചും അവരവരുടെ വരുമാനം അനുസരിച്ചും ഒക്കെ വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരു വിഷയം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഈ സാമൂഹ്യം മീഡിയയിലൂടെ വരുന്ന ചില കഥകളും മറ്റതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇപ്പൊ സ്ത്രീപക്ഷം മറ്റത് ഒക്കെ വരുമല്ലോ. അപ്പോഴവിടെയൊക്കെ ചില സൈക്കോളജിക്കലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മീഡിയയിൽ നിന്നും ചില സംഭവങ്ങളോ അതും ഇതൊക്കെ പറഞ്ഞ് സൈഡ് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അത് സ്ത്രീ ചെയ്യാൻ മേല, ഇത് പുരുഷൻ ചെയ്യാൻ മേല എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളിലൂടെ വരുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനമായ ഒരു കാര്യമുണ്ട്. ആത്മീയത, മതപരമായി വിവാഹത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത് പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാന കാരണം. ദൈവം കൂട്ടിച്ചേർത്തതിന് വേർപെടുത്തരുത്. അതുപോലെ തന്നെയല്ല അതും ഇതാണ്, പല വിധങ്ങളും അങ്ങനെ പാപമാണ്, ഇതെല്ലാം പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട സ്വാധീനം ദമ്പതികളിൽ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവയെല്ലാം പരസ്പരം മനസ്സിലാക്കി അതിന് രൂപം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ മാരേജ് എൻറിച്ച്മെന്റിൽ വരുന്ന പ്രശ്നങ്ങൾ. ഏതായാലും ഈ ചർച്ചയുടെ പുറത്ത് കുറേയൊക്കെ നമ്മൾ ഈ ഫീൽഡുകളെല്ലാം ശ്രദ്ധിക്കാൻ പറ്റുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഏത് തലത്തിലാണ് ഈ പ്രശ്നത്തിൽ വന്നതെന്ന് കണ്ടുപിടിക്കാനും ഉതകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടോ എന്നൊന്ന് അനലൈസ് ചെയ്താണ്. ഓക്കെ സാർ. എനിവേ ഇറ്റ്സ് എനിക്കൊരു ശകലം ചുമ അങ്ങ് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് വിഷ്വൽസ് കാണിക്കാതിരുന്നത്. അതായത് ഇപ്പൊ ചുമയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനെല്ലാം കേൾക്കുമായിരുന്നു. എല്ലാവരുടെയും ചർച്ചയും എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസിനും എല്ലാം അത് അവരവരുടെ കാഴ്ചപ്പാട്ടിൽ നിന്നും ഊരുതിരിഞ്ഞ് വന്നവയാണ്. ഇതുപോലെ തന്നെയാണ് സമൂഹത്തിലെ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഓക്കെ സാർ. വളരെ ഭംഗിയായി സാർ ആ ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? ഇനി എത്ര ക്ലാസ്സുകൾ ഉണ്ടാവും സാറേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെഷനോടുകൂടി നിർത്തിയാലോ? ഇനിയിപ്പോ ഈ 4 ടോപ്പിക്കല്ലേ ഉള്ളൂ. പ്രധാനമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞ കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു, പിന്നെ ഇന്റിമസിയുടെ ഏരിയാസ് പറഞ്ഞു, പിന്നെ കമ്മിറ്റ്മെന്റ്, അല്ലെ? 4 ഏരിയ. എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കൗൺസിലർക്ക് ഉള്ള നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ഇതില്, അതുപോലെ തന്നെ എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ അത് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരു കൗൺസിലർ ഒരു കയ്യിൽ ഒരു കേസ് വരുമ്പോ എങ്ങനെ ക്ലയന്റിനെ മാനേജ് ചെയ്യും, ക്ലയന്റിനെ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാം. ചിലതൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയേണ്ട ഒരു വിഷയമുണ്ട്. ആ 2 കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം, അത് വേണമെന്ന് സാറ് തീരുമാനിച്ചോളൂ. സെക്ഷൽ എൻറിച്ച്മെന്റ് ആണത്. അത് ടാബുള്ള വിഷയമാണ്. അപ്പോ
അത് ടാബു നീക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മളത് എത്ര ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല. അതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എഡ്യൂക്കേഷന്റെ ആവശ്യം വളരെയധികം ഉള്ള പണ്ട് കാലത്ത് ഇത്ര ആവശ്യമില്ല. ഇപ്പൊ അതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട. നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്കറിയാലോ ഒന്നോ രണ്ടോ ഇപ്പൊ എന്റെ കൺമുന്നിൽ തന്നെയുള്ള ഒരു വിഷയമുണ്ട്. അത് കംപ്ലീറ്റ്ലി സെക്ഷൽ ഇതാണ്. ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ളത് സെക്ഷൽ ഇഷ്യൂ ആണ്. അവർക്ക് തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യുന്ന അറിയാതെ അവര് നഷ്ടപ്പെടുത്തിയ വൈവാഹിക ജീവിതമാണ് അവരുടേത്. ഇത് അറിയില്ല, അതാ സത്യം, അറിയില്ല. ഇന്ന് ഇതിനൊക്കെ എല്ലാത്തിനും പരിഹാരം. ഇനിയിപ്പോ അവരെ തന്നെ ഈ രണ്ട് ദമ്പതികൾ ഇപ്പൊ ഈ വേർപെട്ട രണ്ട് എനിക്കറിയുന്ന അവര് വേറൊരു വിവാഹം കഴിച്ചാൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഈ സെക്ഷൽ എൻറിച്ച്മെന്റ് ശരി പറ്റിയിട്ടില്ല. രണ്ടോ മൂന്നോ 2 കൊല്ലം ജീവിച്ചിട്ടും 3-4 തവണ മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു ദമ്പതികള് ഇതിപ്പോ ചെയ്തു, ഡിവോഴ്സ് ചെയ്തു. ഇവർക്ക് ബന്ധപ്പെടാൻ കഴിയാഞ്ഞിട്ടല്ല, അവർക്ക് ഒരു പ്രോബ്ലംസും ഇല്ല, പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിയാത്തത് കൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടായിട്ട് ഡിവോഴ്സിലേക്ക് എത്തി. ഇതില് ഏറ്റവും ഇതിൽ ടാബു ഉണ്ട് സമൂഹത്തില്. ഇതിനെക്കുറിച്ച് സംസാരിച്ച് മുണ്ടിപ്പോകരുത് എന്നാണ് സമൂഹം പറയണത്. അങ്ങനെയുള്ള ഒരു ഇതിപ്പോ മെരിറ്റൽ എൻറിച്ച്മെന്റിലെ ഒരു ഭാഗം തന്നെയാണ് ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ സംസാരിക്കുകയോ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ മോശമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരു മാനസിക ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ അതിഭയങ്കരമായ നാണക്കേടാണെന്ന് പറയുന്ന ഒരു പ്രത്യേക തരം അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെയും കൺസിഡർ ചെയ്യുന്നത്. അത് കാര്യം അതൊക്കെ എന്താ പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ്സുകളാണെന്ന് ചിന്തിക്കുന്നു. അമേരിക്കൻ സംസ്കാരമാണ് അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം ഇവിടെ. പക്ഷെ ഇവിടെ ഡിവോഴ്സ് നടക്കുന്നതോ ഈ കാരണം കൊണ്ട് അല്ല, അതിപ്പോ പുതിയ ജനറേഷനിൽ അതാണ് കാരണം. പക്ഷെ ഇവർക്ക് ഇത് അറിയായിരുന്നു, ഈ എൻറിച്ച്മെന്റ് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരുടെ ഡിവോഴ്സ് സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ കേസുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ സാറ് ഒരു സെഷൻ നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ആക്കാം, ചെയ്യാം സാർ, അതൊന്നും കുഴപ്പമില്ല. നമ്മള് പ്രശ്നങ്ങളുമായി വരുന്ന ദമ്പതികളെ നിങ്ങളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കൗൺസിലർക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ആ പ്രശ്നം പരിഹരിക്കാൻ മിക്കവാറും അവർ തന്നെ തയ്യാറാണ്. ഓക്കെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് സാറ് അവർക്ക് അതെ ഇപ്പൊ ഈ ടാബുവിന്റെ വിഷയം അവർ തുറന്നു പറയുന്നില്ലല്ലോ സാറേ. അല്ല, അത് തുറന്നു പറയാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരിലെല്ലാം ഉള്ളിലുണ്ടതെല്ലാം. പിന്നെ ഇത് പറഞ്ഞാല് എന്റെ രഹസ്യങ്ങളെല്ലാം പുറത്തു പോകുമല്ലോ എന്ന് പേടികൊണ്ട് ആരും പറയാണ്ടിരിക്കണം. ഇപ്പൊ ഒരു കൗൺസിലറെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളുള്ളവരെ കൗൺസിലറിലേക്ക് വരുന്നുള്ളൂ. അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക, ഈ ചെവിക്കട കയറി ഇറങ്ങിപ്പോവുക, അതിലേക്കും കാര്യമായി എടുക്കുന്നില്ല എന്നൊരു ഒരു മാനസികമായി അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഭാഗം ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയല്ല അവർ പറയാൻ തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. എല്ലാം തുറന്ന് സംസാരിക്കാൻ അവർക്ക് പറ്റുന്നു. പല കാര്യങ്ങളും വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം ഭർത്താവിനോട് ഷെയർ ചെയ്യാത്തത് പോലും കൗൺസിലറോട് ഷെയർ ചെയ്ത് കൗൺസിലറിലൂടെ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം ഉണ്ടായ സാഹചര്യങ്ങളും കേൾക്കാൻ തയ്യാറല്ല. അതാണ് വിഷയം. റോയ് സാറ് പറഞ്ഞ പോലെ ചില കേസിൽ ഭാര്യക്കോ ഭർത്താവിനോ എന്തെങ്കിലും ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള അനുഭവമുള്ള കേസില് അവരെ പ്രാപിക്കാൻ നോക്കുമ്പോൾ അത് മനസ്സിൽ കടന്നുകൂടിയാൽ പിന്നെ അത് സാധിക്കാത്തൊരവസ്ഥ വരും. അതിന് ഒരു കൗൺസിലർക്ക് സഹായിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഈ CBT പഠിച്ചിട്ടില്ലേ? ഇതില്ലേ CBT ഇല്ലേ? അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ CBTയുടെ ഒരു മോഡലുണ്ട്. അപ്പൊ ഉണ്ട്. അപ്പൊ ആ രീതിയില് അത് കൗൺസിലർ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തതയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. പക്ഷെ ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടാബു ആയതുകൊണ്ട് ഈ ഒരു കാര്യം തന്നെ പുറത്തു പറയണില്ല. കൗൺസിലർക്ക് കൈകാര്യം ചെയ്യാനും ഭയമാണ്. അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ കൗൺസിലറുടെ മുമ്പിൽ വെച്ച് ചിലപ്പോ തന്റെ പാർട്ട്ണറുടെ കുറ്റമാണ് പറയുന്നത്.
ഏതാ ഉം, വേറെ ഒരാളോട് പറയുക. അപ്പൊ ഉം. നമ്മൾ ഇടയ്ക്കൊന്ന് ഓർമ്മിച്ചു കൊടുക്കണം. അപ്പോഴേ നിങ്ങളുടെ ഭാര്യ നിങ്ങളോടാണ് പറയുന്നത്, കൗൺസിലറോടല്ല. അതിനൊരു വേദി നമ്മൾ ഒരുക്കിയത് മാത്രമേ ഉള്ളൂ. അത് കേൾക്കണം. നമുക്കിതായി കേട്ടോണ്ടിരിക്കണം, നമുക്കത് വിഷയമല്ല. അപ്പോൾ നിങ്ങളിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് നേരിട്ട് പറയാനുള്ള അവസരം കിട്ടാത്തത് ഇവിടെ ഞാൻ ഉണ്ടാക്കി തരുക. അതുകൊണ്ട് എൻ്റെ എല്ലാമായ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇതിൽ നിന്നും ഞാൻ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തോട് പറയുന്നതായിട്ട് കാണുക. അതല്ലാണ്ട് കൗൺസിലറോട് കുറ്റം പറയുന്നതായി നിങ്ങൾ കാണരുത് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ കാര്യങ്ങൾ. അത് നമ്മൾ കൂടെ കൂടെ ഓർപ്പിക്കണം. അല്ലെ എന്നാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറ്റം അന്യനോട് പറയും. എൻ്റെ എല്ലാമായ എൻ്റെ ഭർത്താവ് അല്ലെ എൻ്റെ ഭാര്യ എൻ്റെ കുറ്റം ഇന്നലെ കണ്ട ഒരാളോട് പറയുന്നു. അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാം നിങ്ങൾ തമ്മിൽ നേരിട്ട് പറയാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതിന് ഉത്തരം പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യാസം വരും ഒത്തിരി. ജയറാം സാറ് പറഞ്ഞ മാതിരി ടാബ് ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഫിസിക്കൽ നീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിരിക്കും. അത് പരാതിരിക്കുമ്പോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേഷൻ ഉണ്ടാവില്ല, തയ്യാറാവൂല. അതുകൊണ്ട് അതിങ്ങനെ ഒരു പ്രോബ്ലം ആയി വരും. അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പിന്നെ പലരും പല മാർഗങ്ങളും തേടും. അതിങ്ങനെ കോംപ്ലിക്കേഷനിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ ഈ മെനോപോസ് ഉണ്ടാകുന്ന സമയത്ത് ഈ സ്ത്രീകൾക്ക് കംപ്ലീറ്റ്ലി സൈക്കോളജിക്കലി ഫിസിയോളജിക്കലി വളരെയധികം ചേഞ്ചസ് വരും. അതൊരു മാനസിക പ്രശ്നവും ഒരു ഭ്രാന്ത് പോലെയൊക്കെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. പുരുഷന്മാരോട് നന്നായിട്ട് വെറുതെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടും. അതൊക്കെ എന്താണ്, ഇവരറിയാതെ വരുന്നതാണ്. ഇത് ഈ സൈക്കോളജിക്കലി ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇത് ഈ ഭർത്താവിന് അറിയില്ല. ഭർത്താവ് വിചാരിച്ച് എന്ത് ഇവക്ക് പറ്റി, ഇവനെന്താ എന്നെ ഇങ്ങനെ ശല്യം ഇതാക്കണ, അവരെ പറ്റി സംശയിക്കുക അല്ലെങ്കിൽ ചീത്ത പറയുക ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പരസ്പരം അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഫിസിയോളജി സൈക്കോളജി ഒക്കെ ചേഞ്ചസ് വരുന്നത് ഓരോരോ സമയത്ത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഗർഭം ധരിക്കുന്ന സമയത്ത് ഈ സ്ത്രീകള് ഫിസിക്കൽ റിലേഷൻ നടത്തുന്നതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ പുരുഷന്മാർക്ക് ആവശ്യം ഉണ്ടാവും. അപ്പൊ അവിടെ അത് ആ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ്, അതായത് ഈ ഇതുണ്ടല്ലോ, ആണുങ്ങളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണ്, അല്ലെങ്കിൽ ഹോർമോൺ അല്ല ഫെറമോൺ എന്ന് പറഞ്ഞാൽ അവരെ സ്മെല്ല് ഓട്ടോമാറ്റിക്കലി ഇവർക്ക് എന്താണ്, ഇവർക്ക് ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവർക്ക് സഹിക്കാൻ പറ്റൂല. മാത്രല്ല അവരെ ആ സ്മെല്ലൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റാതെ ഒരു വിട്ടു നിർത്തേണ്ട ഒരു ചുറ്റുപാട് വരുന്നതൊക്കെ ഈ ഫിസിയോളജിക്കൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഓക്കെ, താങ്ക് യു. സാറ് പറഞ്ഞ ഈ ടാബു നമുക്ക് ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. ഞാനും ആ ഭാഗത്ത് തന്നെ. അതെ, ടാബു ഡിസ്കസ് ചെയ്യുമ്പോൾ ശരിയായിക്കോളൂ. അതിപ്പോ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇതൊന്നും ലോകത്താരും കാണാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഇത് നമ്മള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഭർത്താവും ഭാര്യയും യാതൊരു മറവും ഉണ്ടാവാൻ പാടില്ല. ദേ കൻ ടെൽ എനിത്തിങ്, ദേ കൻ എക്സ്പീരിയൻസ് എനിത്തിങ്. അവിടെ നമ്മൾ ടാബു ആക്കി വെക്കേണ്ട കാര്യമില്ല. അതുവരെ ഉണ്ടാവുള്ളൂ. ടാബു സമൂഹത്തിലുണ്ട് സാർ, വ്യക്തമായിട്ട് സമൂഹത്തിലുണ്ടാവും. അത് നമുക്ക് മാറ്റാൻ പറ്റൂല സാർ. അതിനേക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കുന്നില്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ പറയേണ്ടവരോട് പറയാൻ പറ്റാതായി. സാറിന്റെ ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സെഷൻ നമുക്ക് ഇതിനകത്ത് എടുക്കാം. ചെയ്യാം സാർ, അതൊന്നും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ ഇത് അറിയുകയും പറയുന്നതിന് ഒരു രീതിയുണ്ട്, അതിനൊരു ഫ്രെയിമുണ്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് തെറ്റൊന്നും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഫ്രെയിമിൽ നിൽക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ആ രീതിയിൽ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാം. കാരണം ഇതിന്റെ ഒരു പാർട്ടാണിത്. അപ്പൊ അതിനെ എഡ്യൂക്കേഷണൽ തലത്തിൽ ഇതിനെ വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു കൗൺസിലിംഗ് വരുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് മാതാപിതാക്കൾക്ക് മക്കളോട് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്കത് പറയാനുള്ള ആ ഒരു പ്രാക്ടീസ് ഇല്ല, അറിവില്ല. അത് പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ
പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിനെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. ആവുന്നല്ലോ സർ. എന്നെ ഈ പറയുന്ന അങ്ങനെ എന്നെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. അങ്ങനെ മുൻവിധികളൊന്നും വേണ്ട. അപ്പൊ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മളത് ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ടാബ് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ആദ്യത്തെ സെഷനില് ഒരു മാം ആണ് എന്നോട് പറഞ്ഞത്. അതായത് ഫോർ പ്ലേ പോലും നടത്താതെ ബന്ധപ്പെടുന്ന ദമ്പതികൾ ആണ് വിവാഹ ബന്ധത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത്. അപ്പൊ ഫോർ പ്ലേ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നും കൂടി അറിയാം. അല്ല, അങ്ങനെയുള്ള സ്റ്റഡീസ് ഒന്നും ഇല്ല സർ. അങ്ങനെയുള്ള പഠനങ്ങളൊന്നുമില്ല, അറിവില്ല. ഇപ്പൊ വിവാഹത്തിന് മുമ്പ് ഒരു കൗൺസിലിംഗ് ഒരു കോൺസെപ്റ്റ് ഇല്ല. അതിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ പല പല സാഹചര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനോ താല്പര്യമോ അങ്ങനെയുള്ള സാഹചര്യം. ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഒത്തിരി കൗൺസിലിംഗ് ഉണ്ട്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെയുള്ള കോൺസെപ്റ്റിലേക്കൊന്നും പോകത്തില്ല. അവർക്കത് പറയാൻ പറ്റത്തില്ല. അതിലെന്തോ വലിയ പ്രശ്നം. എന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഇഷ്യൂസ് പിന്നെ അഡ്രസ് ചെയ്യാൻ പറ്റാതെ. എനിവേ നമുക്ക് ചെയ്യാം സാർ. ഇന്ന് ലേറ്റ് ആയല്ലോ. മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയന്നുപോയി. മാം ആദ്യത്തെ സെഷനിൽ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഭയന്നു, ഇത് പ്രശ്നമാകുമോ പിന്നീട്. ഞാൻ പറഞ്ഞു മാം നമുക്ക് ലാസ്റ്റ് സെഷനില് ഈ കാര്യം എടുക്കാം. ഇത് പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്, ഇതിന്റെ മെരിറ്റൽ എൻറിച്ച്മെന്റ് പ്രധാനപ്പെട്ട ഭാഗം തന്നെ. കാരണം ഇത് അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട, ഇത് തന്നെയാണ് പറയാനുള്ള ഒരു കഴിവ് എന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്യാൻ അതിന്റെ ജനറലൈസ്ഡ് വേയിൽ പറയാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും തെറ്റ് കഴിഞ്ഞിട്ട് ആകെ പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ആ സമയത്ത് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. അതിന് മുമ്പ് ഔട്ട് ഓഫ് കൺട്രോൾ അല്ലാതെ പറയാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള മാക്സിമം പറയാൻ പറ്റുന്ന വളരെ നല്ല രീതിയിൽ തന്നെ പറയാം. അതായത് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ ഞാൻ പറയാം. പഠിക്കാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ വേണം. ഇല്ല സാർ, അതൊന്നുമില്ല. അങ്ങനെയൊന്നും പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഷൻ അത് അങ്ങനെ വെക്കാം. സാർ അടുത്ത മൺഡേ നമുക്ക് ഒരു നമ്മുടെ വൈസ് അഡ്മിറൽ സാറിന് ഒരു ക്ലാസ് ചോദിച്ചിട്ടുണ്ട്. ഈ മൺഡേ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പം താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. ലേറ്റ് ആയി. എല്ലാവർക്കും ബൈ. സീ. താങ്ക് യു സർ.